Hi students, നമ്മൾ മുമ്പേ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ മെയിൽ ഗാമേറ്റ്സിനെ കുറിച്ചും ഫീമെയിൽ ഗാമേറ്റ്സിനെ കുറിച്ചും പഠിച്ചു. ഇന്ന് നമ്മൾ പോളിനേഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് മീൻ ബൈ pollination? In flowering plants, male and female gametes are produced in the pollen grains and the embryo sac respectively. നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്, അതിൽ എന്തുണ്ട്? മെയിൽ ഗാമേറ്റും ഉണ്ട്, ഫീമെയിൽ ഗാമേറ്റും ഉണ്ട് അല്ലേ. ഈ രണ്ട് ഗാമേറ്റും പ്രത്യേക സ്ഥലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മെയിൽ ഗാമേറ്റ് നമ്മൾ പറയുന്ന പേരാണ് pollen grains. Pollen grains is formed inside the anther, or pollen grains are formed inside the anther. Then female gamete is present inside the embryo sac. So here they given the diagram. This is a pollen grain with the pollen tube. Pollen tube ന്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ രണ്ട് sperm cells എന്ന് പറഞ്ഞിരിക്കും. It is we called as another generative cell and one vegetative nucleus. ഇങ്ങനെ മൂന്ന് സെൽസ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത്. പോളൻ ഗ്രെയിനിൽ ഒരു അപ്പർച്ചർ ഉണ്ട്, ഇതിനെ കവർ ചെയ്ത് എക്സ്റ്റേൻ ഉണ്ട്. ഒരു ഭാഗത്ത് മാത്രം, ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രം എക്സ്റ്റേൻ ഇല്ല. അവിടെയാണ് എന്താണ് ഇന്ത്യൻ വളർന്ന് താഴോട്ട് വരുന്നത് ആസ് എ പോളൻ ഗ്രെയിൻ. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ നമ്മൾ ഫീമെയിൽ ഗാമേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവും? 8 ന്യൂക്ലിയസ് 7 സെല്ലും ഉണ്ടാവും അല്ലെ. നമ്മൾ പഠിച്ചതാണ് ഇത്. 1 2 3 4 5 6 7 സെല്ല് 8 ന്യൂക്ലിയസ് അല്ലെ. ഇവിടെ ഒരു ന്യൂക്ലിയസ്, ഇവിടെ ഒരു ന്യൂക്ലിയസ്, 3 ഇവിടെ 2 ന്യൂക്ലിയസ്, 4 5 6 7 8 ന്യൂക്ലിയസ്. അപ്പൊ ഇതിന് നമ്മൾ ആന്റിപോഡൽ സെൽസ് എന്ന് പറയും. ഇത് നടുക്കുള്ളത് പോളാർ ന്യൂക്ലിയസ് എന്ന് പറയും നമ്മൾ. പിന്നെ എഗ് ഉണ്ട്, അതിന്റെ അടുത്ത് 2 സിനർജറ്റിക് സെൽസ് ഉണ്ട്. മൈക്രോപൈലാർ എൻഡ്, ഇത് ചലാസൈൻ. This is we called as embryo sac. This is we called as pollen grains. The gametes are non-motile. The gametine എല്ലാം എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിടത്ത് നിന്ന് ഇനിയൊരിടത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. Therefore they have to be brought together for fertilization. അതുകൊണ്ട് അത് ആരെങ്കിലും എടുത്തുകൊണ്ട് വന്നാലേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത് സ്റ്റിഗ്മ കാണിച്ചിട്ടുണ്ട്. സ്റ്റിഗ്മയിൽ നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ് കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പോളൻ ട്യൂബ് കാണിക്കുന്നു. ഒരു പോളൻ ഗ്രെയിൻസ് ട്യൂബ് മാത്രം കുറച്ച് വലുതായിട്ട് താഴെ വരെയും ഗ്രോത്ത് ആയിട്ട് കാണിക്കുന്നുണ്ട്. പോളൻ ട്യൂബ്, പിന്നെ നമ്മൾ ആന്റിപോഡൽ സെൽസ് കാണിക്കുന്ന എംബ്രിയോ സാക്കിന്റെ അകത്ത് പോളാർ ന്യൂക്ലിയസ്, എഗ് സെല്ല്, സിനർജറ്റിക്സ്. Pollination is a mechanism to achieve this objective. Transfer of pollen grains to stigma of pistil is called pollination. അപ്പം എന്താണ് പോളിനേഷൻ? പോളിനേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളൻ ഗ്രെയിൻസ് എവിടേക്ക് മാറുന്നുണ്ട്? സ്റ്റിഗ്മയിലേക്ക് വരുന്നുണ്ട്. സ്റ്റിഗ്മ ഏതിന്റെ ഭാഗമാണ്? പിസ്റ്റലിന്റെ ഭാഗമാണ്. പിസ്റ്റൽ നമുക്ക് കാർപ്പിൽ എന്ന് പറയുമല്ല. പിസ്റ്റൽ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ട്? സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ദ പ്രോസസ് വി കോൾഡ് ആസ് പോളിനേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതാണ് സ്റ്റിഗ്മ, അതിന്റെ താഴോട്ടുള്ളത് മഞ്ഞ കളറിൽ കാണുന്ന സ്റ്റൈല്, ലാസ്റ്റ് ഓവറി. ഇത് സ്റ്റേമൻ അല്ലെ, മാർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റേമൻ. ഈ സ്റ്റേമന്റെ അകത്താണ് പോളൻ ഗ്രെയിൻസ് ഉള്ളത്. ഈ പോളൻ ഗ്രെയിൻസ് ഒരു സ്റ്റിഗ്മയിൽ ഫോളോ ആവുന്നതാണ് പോളിനേഷൻ. സം പ്ലാന്റ്സ് സച്ച് ആസ് കോമൺ പാൻസി, ഓക്സലിക്സ് ആൻഡ് കമലീന ആർ പ്രൊഡ്യൂസ് 2 type of flowers. ഇത് 2 തരം പൂക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചാസ്മോഗാമസ് ഫ്ലവർ. These flowers which open and are similar to flower of other species with exposed anther and stigma. ഇപ്പം ചാസ്മോഗാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ഫ്ലവർ ആണ്. ഈ ഫ്ലവർ ഓപ്പൺ വിരിയുന്ന സമയത്ത് ഇതേപോലെ വേറെ സ്പീഷീസിലെ ഫ്ലവറും വിരിയാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ആന്തറിലെ പോളൻ ഗ്രെയിൻസും ഇതിന്റെ സ്റ്റിഗ്മയിലും, ഇതിന്റെ ആന്തറുടെ പോളൻ ഗ്രെയിൻസ് അതിന്റെ സ്റ്റിഗ്മയിലും മാറി മാറി എന്ത് ചെയ്യാൻ ട്രാൻസ്ഫർ ആവാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് വി കോൾഡ് ആസ് ചാസ്മോഗാമസ് ഫ്ലവർ. ആൻഡ് ക്ലസ്റ്റോഗാമസ് ഫ്ലവർ. ദീസ് ഫ്ലവേഴ്സ് ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ. ഈ ഫ്ലവർ വന്നിട്ട് വിരിയില്ല. ഇൻ ദീസ് ഫ്ലവർ ആന്തർ ആൻഡ് സ്റ്റിഗ്മ ലൈ ക്ലോസ്ഡ്. ഇവിടെ ആന്തർ സ്റ്റിഗ്മയും രണ്ടും ലൈ വളരെ അടുത്ത് ക്ലോസ് ആയിട്ടിരിക്കും. when ആന്തർ ഡെഗിസ് മീൻസ് അത് പൊട്ടുന്ന സമയത്ത് അതിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് വെളിയിൽ വരും. അത് ഫ്ലവർ വന്നിട്ട് ബഡ് എന്ന് പറഞ്ഞാൽ മുട്ടായിട്ടിരിക്കും, അത് വിരിയുന്നില്ല. pollen grains come in contact with stigma to affect pollination. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ആ പോളൻ ഗ്രെയിൻസ് അത് പൊട്ടുന്ന സമയത്ത് എവിടെ വന്ന് വീഴുന്നുണ്ട്? സ്റ്റിഗ്മയിൽ വീഴുന്നുണ്ട്. അങ്ങനെ പോളിനേഷൻ നടക്കുന്നുണ്ട്. അപ്പം ഇന്ന് ക്ലസ്റ്റോഗാമസ് ഫ്ലവർ ഇൻവാരിയബിൾ ആട്ടോഗാമസ് as there is no chance of cross pollination. ഇവിടെ ക്രോസ് പോളിനേഷന്റെ ചാൻസേ ഇല്ല. കാരണം ഒരേ ഫ്ലവറിൽ തന്നെ എന്തുണ്ട്? മെയിലും ഫീമെയിലും ഉണ്ട്. അത് വിരിയുന്നതിന് മുമ്പേ അത് പൊട്ടി എന്ത് ചെയ്യുന്നുണ്ട്? പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. Clismogamous flowers produce a assured seed set even in the absence of pollinators.
ഇതിൽ പോളിനേറ്റേഴ്സ് ഇല്ല. പോളിനേറ്റേഴ്സ് മീൻസ് ദ അനിമൽസ് ഓർ ബയോട്ടിക് ഓർ നോൺ ബയോട്ടിക് ഫാക്ടേഴ്സ് വിച്ച് കാസ് പോളിനേഷൻ ഈസ് നോൺ ആസ് പോളിനേറ്റേഴ്സ്. പോളിനേറ്ററിന് സഹായത്വം ഇല്ലാതെ തന്നെ ഇവിടെ പോളിനേഷൻ നടക്കും. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും എന്ത് കിട്ടും? സീഡ് കിട്ടും എന്ന് പറയുന്നു. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സോഴ്സ് ഓഫ് പോളിനേഷൻ ഈസ് ഓഫ് 3 ടൈപ്പ്. പോളിനേഷന്റെയും ഇത് പോളൻ ഗ്രെയിൻസിന്റെ സോഴ്സ് പോളിനേഷൻ ബേസ് ചെയ്ത് നമ്മൾ അതിനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഓട്ടോഗെമി. ഇഫ് ദ പോളൻ ഗ്രെയിൻസ് ആർ ട്രാൻസ്ഫർ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ. ഒരു ഫ്ലവറിന്റെ, അതായത് ഒരു ഫ്ലവറിൽ എന്തുണ്ട്? ആന്തറും ഉണ്ട് സ്റ്റിഗ്മയും ഉണ്ട് അല്ലെ. pollen grains are transferred from the anther to the stigma of same flower. The process is called self pollination. സ്വന്തമായിട്ട് പോളിനേഷൻ ചെയ്യും. That is otherwise known as autogamy. അപ്പോൾ autogamy എന്താണ്? ഒരു പൂവിലെ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് പൊട്ടി അതേ പൂവിന്റെ സ്റ്റിഗ്മയിൽ ഫാളോ ചെയ്ത് വീഴുന്ന നമ്മൾ എന്ത് പറയുന്നുണ്ട്? autogamy എന്ന് പറയുന്നു. കാണിച്ചിട്ടുണ്ട് അല്ലെ. ഇത് ഒരേ ഫ്ലവറിലെ ആ ഫ്ലവറിൽ എന്ത് കാണിക്കുന്നുണ്ട്? സ്റ്റിഗ്മ. ഇത് കാണിക്കുന്നില്ല, ഇതാണ് സ്റ്റിഗ്മ. ഇവിടെ നമുക്ക് ആന്തർ ഉണ്ട്, നമുക്ക് ആന്തർ അറിയാം, ആന്തറുണ്ട്. ഇത് പൊട്ടി പോളൻ ഗ്രെയിൻസ് ഇതിൽ വീഴുകയാണെങ്കിൽ അപ്പോൾ പോളിനേഷൻ നടക്കുകയാണ്. ദാറ്റ് ഈസ് വി കോൾഡ് ആസ് സെൽഫ് പോളിനേഷൻ ഓർ ഓട്ടോഗമി. സോ അതിന്റെ ഫലമായിട്ട് നമുക്ക് ഫീമെയിൽ ഗാമെറ്റ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ഫ്യൂസ് ആയി നമുക്ക് സീഡ് കിട്ടുന്നു. Then genotogamy. Pollination takes place between two flowers of same species. Genetically self-pollination, but ecologically or functionally cross-pollination. Pollination takes place between the two flowers of the same plant. അല്ലേ, നമുക്ക് രണ്ട് പൂക്കളുണ്ട്, പക്ഷെ ഒരേ ചെടിയിൽ രണ്ട് പൂക്കളുണ്ട്. ഒരു പൂവിൽ നിന്ന് വേറെ പൂവിലേക്ക് നമുക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ജനറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ സെൽഫ് പോളിനേഷൻ ആണ്, ബട്ട് എക്കോളജിക്കലി ആൻഡ് ഫംഗ്ഷനലി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ക്രോസ് പോളിനേഷൻ. അപ്പോൾ ക്രോസ് പോളിനേഷൻ ബൈ എക്കോളജിക്കൽ ആൻഡ് ഫംഗ്ഷനലി ഇൻ ജനറ്റോഗമി. ജനറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അത് സെൽഫ് പോളിനേഷൻ ആണ് അല്ലേ. ഒരേ ചെടിയിൽ ഒരേ പോലത്തെ രണ്ട് പൂക്കൾ അല്ലേ. അപ്പൊ എന്താണ്? ദാറ്റ് ഈസ് വി കോൾഡ് ആസ് സെൽഫ് പോളിനേഷൻ ഇൻ ജനറ്റിക്കലി. എക്കോളജിക്കൽ ആൻഡ് ഫംഗ്ഷനലി ഇറ്റ് ഈസ് കോൾഡ് ക്രോസ് പോളിനേഷൻ. ജനറ്റോഗമിയില് നമുക്ക് എന്ത് ചെയ്യണം? ജനറ്റിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെൽഫ് പോളിനേഷൻ ആണ്, എക്കോളജിക്കൽ ആൻഡ് ഫംഗ്ഷനൽ നോക്കിക്കഴിഞ്ഞാൽ ക്രോസ് പോളിനേഷൻ ആണ്. ഇവിടെ രണ്ട് പൂക്കളുണ്ട്, ഒരേ ചെടിയിൽ രണ്ട് പൂക്കള്. ഒരു പൂവിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് വേറൊരു പൂവിന്റെ സ്റ്റിഗ്മയിൽ ഫാളോ ആവുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നുണ്ട് എക്കോളജിക്കൽ ആൻഡ് ഫംഗ്ഷനില്. ബട്ട് ജനറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ അതെന്താണ്? സെൽഫ് പോളിനേഷൻ ആണ്. എക്സാമ്പിൾ ആരുണ്ട്? മൈസ്. മൈസ് മീൻസ് ചോളം. Then xenogamy. When the pollen grains are transferred from the anther to the stigma of the flower of another plant of the same species. ഒരേ ചെടികൾ തന്നെയല്ലേ നമുക്കിപ്പം നമ്മള് കൃഷി ചെയ്യുമ്പോൾ തന്നെ ഒരേ ഐറ്റം ചെടികളാണ് നമ്മൾ മൊത്തം അവിടെ കൃഷി ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചെടിയിൽ നിന്നും ഉണ്ടാകുന്ന പൂവിൽ നിന്നും വേറൊരു ചെടിയിൽ ഉണ്ടാകുന്ന അതേ സ്പീഷീസുള്ള ചെടിയുടെ പൂവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? സിനോഗമി. സിനോഗമി ഇറ്റ് ഈസ് എ ക്രോസ് പോളിനേഷൻ ബോത്ത് ജനറ്റിക്കലി ആൻഡ് എക്കോളജിക്കലി. ഇത് ജനറ്റിക്കലി എക്കോളജിക്കലി ക്രോസ് പോളിനേഷൻ ആണ്. അപ്പം സിനോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറ്റിക്കലി ആൻഡ് എക്കോളജിക്കലി ക്രോസ് പോളിനേഷൻ അല്ലെ. ജനറ്റോഗമി മീൻസ് എന്താണ്? അത് ജനറ്റിക്കലി സെൽഫ് പോളിനേഷൻ ആണ്, എക്കോളജിക്കൽ ആൻഡ് ഫംഗ്ഷനലി ക്രോസ് പോളിനേഷൻ ആണ്. അപ്പൊ ആ വ്യത്യാസം നമുക്ക് കറക്റ്റ് അറിയണം അല്ലേ. അപ്പം ഇവിടെ ചെടികൾ ഡിഫറെന്റ് ചെടികളുണ്ടല്ലേ. നമ്മൾ എടുക്കുന്ന രണ്ട് ചെടികളാണ്. ഒരു ചെടിയിലെ ഒരു പൂവിൽ നിന്നും വേറെ അതേപോലത്തെ ചെടി, അതെങ്കിൽ സെയിം സ്പീഷീസിലുള്ള ഇനിയൊരു ചെടിയുടെ അതേ ഇനത്തിലുള്ള ഇനിയൊരു ചെടിയുടെ പൂവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ദാറ്റ് ഈസ് വി കോൾഡ് ആസ് ക്രോസ് പോളിനേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ആര് വേണം? ഒരു പോളിനേറ്റർ വേണം. ഇവിടെ എന്താണ് പോളിനേറ്റർ കാണിച്ചു കഴിഞ്ഞത്? ബി നമുക്ക് പോളിനേറ്റർ കാണിച്ചിരിക്കുന്നത് അല്ലെ. അപ്പം ഒരു ചെടിയുടെ പൂവില് ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വേറെ ഒരു ചെടിയുടെ പൂവിലെ സ്റ്റിഗ്മയിൽ ഫാൾ ആവും. ദാറ്റ് ഈസ് വി കോൾഡ് ആസ് ക്രോസ് പോളിനേഷൻ. ഇത് ബോത്ത് ജനറ്റിക്കൽ ആൻഡ് എക്കോളജിക്കൽ ക്രോസ് പോളിനേഷൻ. ദിസ് ഈസ് വി കോൾഡ് ആസ് സിനോഗമി. ഇതിന് ആര് വേണം? പോളിനേറ്റർ വേണം. ഏജന്റ്സ് ഫോർ ക്രോസ് പോളിനേഷൻ. Pollinating agents may be biotic. Biotic means living animals or abiotic, non-living. അല്ലേ? Wind, water. Majority of plant use biotic agent for pollination. അപ്പൊ നമുക്ക് കൂടുതലും ചെടികൾ പോളിനേഷന് ആരെ ആശ്രയിക്കുന്നുണ്ട്? ലിവിങ് ഓർഗാനിസിനെയാണ് ആശ്രയിക്കുന്നത്. സോ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? ബയോട്ടിക് ഏജന്റ്സ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. ഏജന്റ്സ് ഓഫ് ക്രോസ് പോളിനേഷൻ. പോളിനേറ്റിംഗ് ഏജന്റ്. എബയോട്ടിക് ഫാക്ടർ. ആരൊക്കെയാണ് എബയോട്ടിക് ഫാക്ടർ? മെയിൻലി വിൻഡ് ആൻഡ് വാട്ടർ. ദേ ആർ എബയോട്ടിക് ഫാക്ടർ. ബയോട്ടിക് ഫാക്ടർ അതിൽ ആരുണ്ട്? ബേർഡ്സ് ഉണ്ട്, ഇൻസെക്ട് ഉണ്ട്, ബാറ്റ് ഉണ്ട്, ഒരുപാട് അനിമൽസ് ഉണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അനിമോഫില്ലി. പോളിനേഷൻ ബൈ വിൻഡ് അല്ലെ. വിൻഡ് കാറ്റ് കൊണ്ട് നമ്മൾ പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വി കോൾഡ് ആസ് അനിമോഫില്ലി. സോ അനിമോഫില്ലി ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫ്ലവേഴ്സിൽ പോളിനേഷൻ എങ്ങനെ നടക്കുന്നുണ്ട്? വിൻഡ് കൊണ്ട് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വി കോൾഡ് ആസ് അനിമോഫില്ലി.
ഇതിലെ പോളൻ ഗ്രെയിൻസ് എന്തായിരിക്കും? ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി ഫെദറി സ്റ്റിഗ്മ. ഓക്കെ, പോളൻ ഗ്രെയിൻസ് വളരെ ലൈറ്റ് ആയിരിക്കും, നോൺ സ്റ്റിക്കി ആയിരിക്കും. ഇതിലെ ഫെദറി സ്റ്റിഗ്മ, സ്റ്റിഗ്മയില് ഫെദേഴ്സ്, അതായത് പറന്നു വരുന്ന പോളൻ ഗ്രെയിൻസിന് ഈസി അതിലൊന്ന് അറ്റാച്ച് ചെയ്യുന്ന പോലത്തെ ഫെദറി സ്റ്റിഗ്മ ആയിരിക്കും. ന്യൂമറസ് ഫ്ലവേഴ്സ് പാക്ഡ് ഇൻടു ഇൻഫ്ലോറസെന്റ്, ഒരുപാട് ഫ്ലവേഴ്സ് ചെയ്യുന്ന ഒരു ഇൻഫ്ലോറസെന്റ് ആയിട്ട് ആക്ട് ചെയ്യും. സിംഗിൾ ഓവ്യൂൾ ഇൻ ദ ഓവറി, ഓവറിക്കകത്ത് എന്ത് ചെയ്യും? സിംഗിൾ ഓവ്യൂൾ ഇൻസൈഡ് ദ ഓവറി. ഇവിടെ കണ്ട ഒരു കൂട്ടം എന്ത് ചെയ്യുന്നുണ്ട്? ഈ നമ്മുടെ പോളൻ ഗ്രെയിൻസ് കാറ്റിന്റെ സഹായത്തോടെ പറക്കാൻ തുടങ്ങുന്നുണ്ട്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മളെ സ്റ്റിഗ്മയിൽ പോയി ഫോളോ ആവും. ഹൈഡ്രോഫിലി, പോളിനേഷൻ ബൈ വാട്ടർ, അല്ലെ? വെള്ളത്തിൽ പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ, അത് വെള്ളത്തിന്റെ സഹായത്തോടെ പോളിനേഷൻ നടന്നത് ഹൈഡ്രോഫിലി. This is quite rare in flowering plants and is limited to 30 genera, mostly monocotyledons. ഇത് വളരെ വിരളമായിട്ടേ കാണാൻ പറ്റുള്ളൂ. എന്നാൽ കൂടുതലും പോളിനേഷൻസ് വന്നിട്ട് വാട്ടർ അല്ല, വളരെ കുറച്ച് ചെടികൾ, അതായത് 30 ജനറയിലെ ചെടികൾ, മോണോകോട്ടിലൻസിൽ ആണ് നമ്മൾ ഇത് കാണുന്നത്. In majority of aquatic plants, aquatic plants means the plants those who are living in water, അല്ലേ? നമ്മൾ വെള്ളത്തിൽ കാണുന്ന ചെടികളെയാണ് നമ്മൾ അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. such as വാട്ടർ ഹൈസിയാന്ത്, വാട്ടർ ലില്ലി. വാട്ടർ ഹൈസിയാന്ത് നമുക്കറിയാം, അല്ലേ? അത് വെളിയിൽ നിന്ന് വന്ന എക്സോട്ടിക് സ്പീഷീസ് ആണ്. വാട്ടർ ലില്ലി നമുക്ക് ഇവിടെ ഉള്ളതാണ്, നമ്മൾ ആംബിൾ എന്നെല്ലാം പറയുമല്ല. The flower emerging about the level of water and are pollinated by insect or wind. ഇവിടെ പോളിനേഷൻ നടത്തുന്ന ആരാണ്? ഇൻസെക്ട് ഓർ വിൻഡ് ആണ്. ആസ് ഇൻ മോസ്റ്റ് ലാൻഡ് പ്ലാന്റ്സ് നടക്കുന്ന പോലെ. വാട്ടർ ഹൈസിയാന്ത് കൊടുത്തിട്ടുണ്ട്, അല്ലേ? അല്ലിയാമ്പിൾ. ഹൈഡ്രോഫിലി ഈസ് ഓഫ് 2 ടൈപ്പ്. ഹൈഡ്രോഫിലി വന്ന് അത് നോക്കിക്കഴിഞ്ഞാൽ അത് 2 തരത്തിലുണ്ട്. എപ്പിഹൈഡ്രോഫിലി, the pollination that occur on the surface of the water is called എപ്പിഹൈഡ്രോഫിലി. വാട്ടറിന്റെ സർഫസിൽ ആ പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്? എപ്പിഹൈഡ്രോഫിലി. എക്സാമ്പിൾ വാൾസിനേറിയ എന്ന ചെടിയിലെ പോളിനേഷൻ വാട്ടറിന്റെ സർഫസിൽ നടക്കുന്നുണ്ട്. ഇൻ വാൾസിനേറിയ the female flower reach the surface of the water by a long stalk and the male flower are released on the surface of the water. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫീമെയിൽ ഫ്ലവർ വാട്ടറിന്റെ സർഫസിൽ വന്ന് അത് വിരിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ചെടി എന്ത് ചെയ്യുന്നുണ്ട്? താഴെ നിൽക്കുന്നുണ്ട്. ആ ചെടിയിൽ നിന്ന് ഒരു ലോങ് സ്റ്റാക്ക്, നമുക്ക് സ്പെഷ്യാലിറ്റി എന്താണ്? ഒരു ലോങ് സ്റ്റാക്ക്, അല്ലേ? ഈ സ്റ്റാക്ക് വെച്ച് ഫ്ലവർ എവിടെ വരുന്നുണ്ട്? വാട്ടറിന്റെ സർഫസിൽ വരുന്നുണ്ട്. മെയിൽ ഫ്ലവർ എന്ത് ചെയ്യുന്നത്? പോളൻ ഗ്രെയിൻസ് റിലീസ് ആവുന്നുണ്ട്. ആ പോളൻ ഗ്രെയിൻസ് എവിടെ വരുന്നുണ്ട്? വാട്ടറിന്റെ സർഫസിൽ വരുന്നുണ്ട്. Male flowers are carried passively by water current. Some of them eventually reach the female flower and the stigma. വാട്ടർ കറണ്ട്, വാട്ടർ ഫ്ലോ ചെയ്യുന്നതനുസരിച്ച് ഈ മെയിൽ ഫ്ലവർ എന്ന് വരുന്ന പോളൻ ഗ്രെയിൻസ് എവിടെ വരുന്നുണ്ട്? ഫീമെയിൽ സ്റ്റിഗ്മയിൽ വരുന്നുണ്ട്, അത് അറ്റാച്ച് ആവുന്നുണ്ട്. സോ ഹിയർ പോളിനേഷൻ ഈസ് ഡൺ ബൈ വാട്ടർ ആൻഡ് ടേക്ക് പ്ലേസ് ഇൻ ദ സർഫസ് ഓഫ് ദ വാട്ടർ. കാണിക്കുന്നുണ്ട് മെയിൽ ഫ്ലവർ, അല്ലേ? മെയിൽ ഫ്ലവർ പൊട്ടി പോളൻ ഗ്രെയിൻസ് വരുന്നുണ്ട്. പോളൻ ഗ്രെയിൻസ് എങ്ങനെ വരുന്നു? വാട്ടറിന്റെ സർഫസിൽ വരുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റേമൻസിൽ. ഇത് വാട്ടറിന്റെ സർഫസിലൂടെ ഒഴുകി നടക്കുന്ന സമയത്ത് സർഫസിൽ ഫീമെയിൽ ഫ്ലവർ വിരിഞ്ഞിരിക്കും. അപ്പൊ അതിലെ സ്റ്റിഗ്മയിൽ പോയി ഇത് ടച്ച് ആവണത്, അത് അറ്റാച്ച് ആവും. അങ്ങനെ പോളിനേഷൻ നടക്കും. പോളിനേഷൻ ബൈ വാട്ടർ. എക്സാമ്പിൾ വാൾസിനേറിയ. ആൻഡ് ഹൈഡ്രോഫിലി. ഇപ്പൊ നമ്മൾ എപ്പിയാണ് കണ്ടത് സർഫസ്. ഇത് ഹൈപ്പോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയുന്നുണ്ട്? താഴെ, അല്ലേ? പിന്നെ water pollination plants such as sea grasses, that is Osteria, female flowers submerged in water, വെള്ളത്തിൽ മുങ്ങിയിരിക്കും. And the pollen grains are released inside the water. Pollen grains എവിടെ റിലീസ് ആവും? വാട്ടറിന്റെ അകത്ത് റിലീസ് ആവും. Pollen grains in many such species are long, ribbon-like, and they are carried passively inside the water. Some of them reach the stigma and achieve pollination. ഇത് വാട്ടർ കറണ്ട് അല്ലെങ്കിൽ വാട്ടർ ഫ്ലോയോടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് മൂവ് ആവുന്നുണ്ട്. ഇതെല്ലാം റിബൺ ലൈക്ക് ആയിരിക്കും, റിബൺ പോലെ നീളമുള്ളതായിരിക്കും. അങ്ങനെ നീളമുള്ള ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പെട്ടെന്ന് അറ്റാച്ച് ആവാൻ പറ്റുമോ? സിഗ്മയിൽ അറ്റാച്ച് ആവാൻ പറ്റും. ആൻഡ് ദം റീച്ച് ദ സിഗ്മ ആൻഡ് അച്ചീവ് പോളിനേഷൻ. ദേ ആർ നോൺ ആസ് ഹൈപ്പോഹൈഡ്രോഫിലി. എക്സാമ്പിൾ ഉസ്ട്രിയ, അല്ലേ? ഇത് കണ്ട വാട്ടറിന്റെ അടിയിലാണ് ഇതുള്ളത്, അല്ലേ? അപ്പം അവിടുന്ന് മെയിൽ ഗ്യാമേറ്റ്, അതായത് പോളൻ ഗ്രെയിൻസ് ഒഴുകി വരുന്ന സമയത്ത് ഇതിൽ അറ്റാച്ചായി എന്ത് ചെയ്യുന്നുണ്ട്? പോളിനേഷൻ നടക്കുന്നുണ്ട്. അതും ലെന്ത് റിബൺ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അതിൽ വന്ന് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇൻ മോസ്റ്റ് ഓഫ് ദ വാട്ടർ പോളിനേറ്റഡ് സ്പീഷീസ് പോളൻ ഗ്രെയിൻസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ വെയിറ്റിംഗ് ബൈ മിസ്ലേനിയസ് കവർ. അപ്പം ഈ നമ്മൾ ആ വാട്ടറിൽ നടക്കുന്ന പോളിനേഷൻ നടക്കുന്നില്ലേ, ആ പോളൻ ഗ്രെയിൻസിനെ എല്ലാം കവർ ചെയ്ത് ഒരു മിസ്ലേനിയസ് കവറിങ് ഉണ്ടാവും. ഇല്ലെങ്കിൽ വാട്ടർ കയറിയത് ചീത്താവും. അപ്പൊ അങ്ങനെ അഴുകിപ്പോകാതിരിക്കാൻ വേണ്ടി അതിനെ കവർ ചെയ്ത് എന്ത് കാണും? ഒരു മിസ്ലേനിയസ് കവറിങ് കാണും. ബോത്ത് വിൻഡ് ആൻഡ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആർ നോട്ട് വെരി കളർഫുൾ ആൻഡ് ഡു നോട്ട് പ്രൊഡ്യൂസ് നെക്ടർ. അപ്പം കാറ്റിനാലും അല്ലെങ്കിൽ വെള്ളത്തിനാലും പോളിനേഷൻ നടക്കുന്ന ഫ്ലവറിന് കോൺട്രാസ്റ്റിംഗ് കളർ അല്ലെങ്കിൽ അട്രാക്റ്റീവ് കളർ കാണില്ല, അതിനകത്ത് നെക്ടറും കാണില്ല. പോളിനേഷൻ ബൈ ഇൻസെക്ട് ആണ് എന്ത് വേണ്ടത്? നെക്ടർ വേണ്ടത്.
Then entomophily, pollination by animals. Example, zoophily. Zoophily എന്ന് പറഞ്ഞാൽ animals pollinate ചെയ്താൽ നമുക്ക് zoophily എന്ന് പറയും. All these are under the characters entomophily. So entomophilous flower means the flowers are pollinated by animals. Animals മാത്രം കൊണ്ട് pollination ചെയ്താൽ that is equal as zoophily. ഇവിടെ ആരെ കാണിച്ചിട്ടുണ്ട്? റാറ്റ് കാണിച്ചിട്ടുണ്ടല്ലേ, ചെറിയ എലി, ചുണ്ടലി. ഇവിടെ നമുക്ക് ആരെ കാണാം? ലിസാർഡിനെ കാണാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് ആർ ലാർജ്, ഫ്ലവേഴ്സ് വലുതായിരിക്കും, കളർഫുൾ ആയിരിക്കും, അട്രാക്ട് ചെയ്യാൻ വേണ്ടി. ഫ്രാഗ്മെന്റ്, അതിന് നല്ല വാസം ഉണ്ടായിരിക്കും. അപ്പോൾ വാസം ഉണ്ടായിരുന്നാൽ മാത്രമേ ഈ അനിമൽസിനെ അത് അട്രാക്ട് ചെയ്യാൻ പറ്റൂ. റിച്ച് ഇൻ നെക്ടർ അല്ലെ, ഒരുപാട് നെക്ടർ ഉണ്ടാവും. നെക്ടറിനെ ശേഖരിക്കാൻ വേണ്ടി, കളക്ട് ചെയ്യാനായിരിക്കും ഈ അനിമൽസ് വരുന്നത്, നെക്ടർ എടുക്കാനായിരിക്കും അനിമൽസ് വരുന്നത്. ഇഫ് ദ ഫ്ലവേഴ്സ് ആർ സ്മോൾ ആൻഡ് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആർ ക്ലസ്റ്റർ ഇൻ ആൻ ഇൻഫ്ലോറസൻ, ഈ ഫ്ലവർ ചെറുതാണെങ്കിൽ ഒരുപാട് ഫ്ലവർ ചേർന്ന ഒരു ഗ്രൂപ്പ് ആയിട്ടിരിക്കും കാണും. ഓക്കെ, അതിനെ നമ്മൾ ഇൻഫ്ലോറസൻസ് എന്ന് പറയും. സൂഫിലി ഈസ് ഫോളോയിങ് ടൈപ്പ് ബേസ്ഡ് ഓൺ അനിമൽ ഇൻവോൾവ് ഇൻ പോളിനേഷൻ. സൂഫിലിയെ നമുക്ക് വീണ്ടും തരംതിരിക്കാം. ഒவ்வொரு അനിമൽസ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അനിമൽസ് ഉണ്ട്. ഏത് അനിമൽസ് ഒന്ന് പോളിനേഷൻ ചെയ്യുമോ അതനുസരിച്ച് നമുക്ക് വീണ്ടും അതിന് ഡിഫറെന്റ് പേര് കൊടുക്കാം. ബീസ് ആർ ദ ഡോമിനേറ്റിംഗ് ബയോട്ടിക് ഏജന്റ്. ബയോട്ടിക് ഏജന്റ് അല്ലെങ്കിൽ അനിമൽസില് ഈ അധികം കൂടുതലും പോളിനേറ്റ് ചെയ്യുന്നത് ആരാണ്? നമുക്ക് ബി ആണ് അല്ലെ. ബി എന്ന് പറയുമ്പം തേനീച്ച. എൻഡമോഫില്ലി പോളിനേറ്റഡ് ബൈ ഇൻസെക്ട്. ഇൻസെക്ട് പോളിനേറ്റ് ചെയ്യുന്നത് നമ്മൾ എൻഡമോഫില്ലി എന്ന് പറയും. നമുക്ക് ഹണി ബീസ് ആണ് കൂടുതലും കൊടുത്തിട്ടുള്ളത് അല്ലെ. ഹണി ബീസ് പോളിനേറ്റ് ചെയ്യുന്നത്. ഹണി ബീസ് കളക്ട് നെക്ടർ ആൻഡ് പോളൻ ഗ്രൈൻസ് നമുക്ക് അറിയാം. അപ്പോൾ അത് പോളിനേഷൻ നടത്തുന്നുണ്ട്. ഓർണിത്തോഫില്ലി പോളിനേഷൻ ബൈ ബേർഡ്സ്. ബേർഡ്സ് പോളിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് പറയും? ഓർണിത്തോഫില്ലി. സോ ഓർണിത്തോഫില്ലി മീൻസ് പോളിനേഷൻ ബൈ ബേർഡ്സ്. ചിറോപ്റ്റെറോഫില്ലി pollinated by bat. Bat pollination ചെയ്ത് കഴിഞ്ഞാൽ that is we call as chiropterophilia. Pollinated by bat. Chiropterophilia means pollination by bat, വവ്വാൽ. The malacophilia pollination by snail. Snail pollination നടത്തി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? malacophilia. Malacophilia means pollination by snail, ഒച്ച്. Then therophilia pollinated by squirrels. നമ്മൾ squirrels അണ്ണാൻ pollination ചെയ്ത് കഴിഞ്ഞാൽ that is we call as therophilia. Pollination by squirrels. And ophiophilia pollination by snake. Snake വഴി pollination നടന്നാൽ നമ്മൾ എന്ത് പറയും? Ophiophilia. Ophiophilia means pollination by snake. Pollination in between two flowers present on the same plant is called, ഒരേ ചെടിയിലുള്ള രണ്ട് പൂക്കളിൽ pollination നടന്നാൽ നമ്മൾ എന്ത് പറയും? We call this pollination in between two flowers present on the same plant is called genetto. In water hyacinth pollination take place by, water hyacinth എങ്ങനെ pollination നടക്കുന്നുണ്ട്? Pollination take place by insect. The type of inflorescence most commonly found in anemophilous plant. Anemophilous plant ഏത് ടൈപ്പ് ഓഫ് inflorescence ആണ് കൂടുതലും ഉള്ളത്? കോമ്പൗണ്ട് സ്പൈക്ക് inflorescence ആണ് കൂടുതലും ഉള്ളത്. Pollination by squirrel. Squirrel നമ്മൾ അണ്ണാൻ പോളിനേറ്റ് ചെയ്താൽ എന്ത് പറയും നമ്മൾ? We call as therophilia. Outbreeding devices. Majority of flowering plant produce hermaphrodite. Hermaphrodite എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ bisexual. Both the male and female gametes are producing in the same flower, and the pollen grains are likely to come in contact with stigma of the same flower. അവിടെ pollen grains നമ്മുടെ സ്റ്റിഗ്മ ഒരേ ഫ്ലവറിൽ കാണും. അതിന്റെ സ്റ്റിഗ്മയുടെ ലാസ്റ്റ് ഓവിൽസ് കാണും. കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ റിസൾട്ട് ഇൻ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അപ്പം സെൽഫ് ബ്രീഡിങ്ങിന്റെ പ്രധാനപ്പെട്ട പ്രോബ്ലം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ വരാൻ സാധ്യത കൂടുതലുണ്ട്. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫെർട്ടിലിറ്റി കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ വയബിലിറ്റി അങ്ങനെ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരേ ചെടിയിൽ നിന്ന് നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇൻബ്രീഡ് ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട്. അതാണ് ഒരു ഡിഫക്ട്. ഡൈക്കോഗമി. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഡെവലപ്പ് മെനി ഡിവൈസസ് ഓർ അഡാപ്റ്റേഷൻ ഓർ കോൺട്രിബ്യൂട്ട്സ് ടു ഡിസ്കറേജ് സെൽഫ് പോളിനേഷൻ ആൻഡ് ടു എൻകറേജ് ക്രോസ് പോളിനേഷൻ. അപ്പൊ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഒരുപാട് ഡിവൈസുകൾ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതിന്റെ പീരീഡ്സ് അല്ലെ, പീരീഡ് എന്ന് പറയുമ്പോൾ ഇത് മെയിൽ ഗാമറ്റ് മെച്ചർ ആവുന്ന പീരീഡ്, ഫീമെയിൽ ഗാമറ്റ് മെച്ചർ ആവുന്ന പീരീഡ്, ഇതെല്ലാം മാറുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മാറ്റി എന്ത് എൻകറേജ് ചെയ്യുന്നുണ്ട്? ക്രോസ് പോളിനേഷനും ഡിസ്കറേജ് സെൽഫ് പോളിനേഷൻ. ഇൻ സം സ്പീഷീസ് pollen release and stigma receptive are not synchronized. That is we call as ഡൈക്കോഗമി. അപ്പം ചില സ്പീഷീസിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പോളൻ റിലീസ് ഒരു സമയത്തായിരിക്കും, സ്റ്റിഗ്മ മെച്ചർ ആണ് വേറൊരു സമയമാവും. അങ്ങനെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈക്കോഗമി. Either the pollen is released before the stigma become receptive. അതായത് സ്റ്റിഗ്മ റിസപ്റ്റീവ് മീൻസ് മെച്ചർ ആയാലേ സ്റ്റിഗ്മയ്ക്ക് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുമ്പേ പോളൻ ഗ്രെയിൻസ് റിലീസ് ആവും. പോളൻ ഗ്രെയിൻസ് ഫസ്റ്റ് റിലീസ് ആയ that is we call as protandry. protandry എന്ന് പറഞ്ഞാൽ
മെയിൽ ഗാമേറ്റ് ഫസ്റ്റ് മെച്ചർ ആയി അത് റിലീസ് ആണ്, ദാറ്റ് ഈസ് വി കോൾ ആസ് പോട്ടാൻഡ്രി. എക്സാമ്പിൾ ആര്? സൺഫ്ലവർ പോട്ടാൻഡ്രി എക്സാമ്പിൾ. പോട്ടാൻഡ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്തർ മെച്ചർ ആയി പോളൻ ഗ്രെയിൻസ് ഫസ്റ്റ് റിലീസ് ആവണം ബിഫോർ മെച്ചറിംഗ് ഓഫ് സ്റ്റിഗ്മ. ഓർ സ്റ്റിഗ്മ ബിക്കം റിസപ്റ്റീവ് മച്ച് ബിഫോർ ദാൻ പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസ് മെച്ചർ ആയി വെളിയിൽ വരുന്നതിന് മുമ്പേ സ്റ്റിഗ്മ മെച്ചർ ആയി റിസീവ് ചെയ്യാൻ റെഡി ആയിരുന്ന ദാറ്റ് ഈസ് വി കോൾ ആസ് പ്രോട്ടോഗൈനി. പ്രോട്ടോഗൈനി എന്ന് പറഞ്ഞാൽ സ്റ്റിഗ്മ ഫസ്റ്റ് മെച്ചർ ആവണം പ്രോട്ടോഗൈനി, ആന്തർ ഫസ്റ്റ് മെച്ചർ ആവണം പോട്ടാൻഡ്രി. അപ്പൊ പ്രോട്ടോഗൈനിക്ക് എക്സാമ്പിൾ ഡാട്ടുറ മെറ്റല് സൊളനിയം ഇതിൽ വരக்கூடிய ഫ്ലവേഴ്സ്, ഡാട്ടുറിൽ വരக்கூடிய ഫ്ലവേഴ്സ് എല്ലാം നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യുന്ന പോട്ടോഗൈനി. പോട്ടാൻഡ്രി മീൻസ് എന്ത് ചെയ്യുന്ന ആന്തർ ഫസ്റ്റ് മെച്ചർ ആവുന്നു, സ്റ്റിഗ്മ മെച്ചർ ആവുന്നതിന് മുമ്പേ ആന്തർ മെച്ചർ ആവുന്നു. അപ്പം ഇവിടെ കാണിച്ചിരുന്ന ഈ ഫ്ലവറിൽ പടത്തിൽ നോക്കി അറിയാം സ്റ്റിഗ്മ ക്ലോസ്ഡ്, ആന്തർ ഷെഡിങ് പോളൻ ഗ്രെയിൻസ് എല്ലാം ഫാൾ ആവുന്നുണ്ട്. അതിനുശേഷം മാത്രമേ സ്റ്റിഗ്മ വരും. അപ്പൊ എന്ത് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് എല്ലാം പോയതിനു ശേഷമാണ് സ്റ്റിഗ്മ ഓപ്പൺ ആവുന്നത്. അപ്പൊ അവിടെ സെൽഫ് പോളിനേഷൻ നടക്കില്ല. ഫസ്റ്റ് ഡേ ഫ്ലവർ ഓഫ് സ്റ്റിഗ്മ റിസപ്റ്റാർസ്. ഇവിടെ എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് ഡേ ഫ്ലവർ ആന്തർ ഡിസൈസ്. ഇവിടെ സ്റ്റിഗ്മ ഫസ്റ്റ് റിസീവ് ആയി അല്ലെങ്കിൽ മെച്ചർ ആയി റെഡി ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മെച്ചർ ആവുന്നത്, ആന്തർ മെച്ചർ ആവുന്നത്. അപ്പൊ സ്റ്റിഗ്മ അത് കഴിഞ്ഞിട്ട് റിസീവ് ചെയ്യില്ല. അപ്പം ഇതും എന്ത് ചെയ്യുന്നുണ്ട്? സെൽഫ് പോളിനേഷന് തടയാനോ ഉപയോഗിക്കുന്നുണ്ട്. Then hercogamy. In some other species, the anther and stigma are placed at different position. ചിലതിൽ നോക്കി കഴിഞ്ഞാൽ ആന്തർ സ്റ്റിഗ്മയും വേറെ പൊസിഷനിലായിരിക്കും. സോ ദാറ്റ് ദ പോളൻ cannot come in contact with stigma of the same flower. അപ്പം വേറെ പൊസിഷൻസിലാവുമ്പോൾ ഒരേ ഫ്ലവറിൽ ആന്തറിനും സ്റ്റിഗ്മയ്ക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ആന്തറിലെ പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ ഫോളോ ആവാൻ പറ്റില്ല. ദാറ്റ് ഈസ് വി കോൾ ആസ് hercogamy. എക്സാമ്പിൾ ഹൈബിസ്കസ്, നമ്മൾ ചെമ്പരത്തി പൂവുണ്ടല്ലോ, ഗ്ലോറിയസ, അത് എക്സാമ്പിൾസ് ഓഫ് ദിസ്. Both these devices prevent autogamy. ഇതും autogamy അല്ലെങ്കിൽ സെൽഫ് പോളിനേഷനെ പ്രിവെന്റ് ചെയ്യും. Then heterostyling. The third device to prevent inbreeding in different heights of the style of the flower of the same species. അതിന്റെ സ്റ്റൈൽ നമുക്കറിയാം, സ്റ്റൈൽ സ്റ്റിഗ്മ അല്ലേ. സ്റ്റൈലിൽ സ്റ്റൈൽ നോക്കി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ്, അതായത് അതിന്റെ ഡിസ്റ്റൻസ് വന്നിട്ട് ഡിഫറെന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് വി കോൾ ഹെട്രോസ്റ്റൈൽ. എക്സാമ്പിൾ ഒലാൻഡ്രൈന പ്രൈമുലിയ ഓക്സാലിസ്, അതിന്റെ സ്റ്റിഗ്മ വേറൊരു അല്ലെങ്കിൽ ഹൈറ്റ് കൂടുതലായിരിക്കും. ഇവിടെ നോക്കി നമുക്കറിയാം അല്ലേ, സ്റ്റിഗ്മ ഹൈറ്റ് ഇവിടെ ആയിരിക്കും. അപ്പം താഴെയാണ് ആരുള്ളത്, ആന്തർ ഉള്ളത്. അപ്പൊ ഇത് പൊട്ടി ഇങ്ങനെ പോളൻ ഗ്രെയിൻസ് വരാൻ സാധ്യത വളരെ കുറവാണ്. Then self incompatibility. The fourth device to prevent inbreeding is self sterility. അതായത് ഒരേ പൂവിന്റെ ആന്തറിൽ നിന്ന് വരുന്ന പോളൻ ഗ്രെയിൻസ് അതേ പൂവിന്റെ സ്റ്റിഗ്മയിൽ ഫോളോ ആവണം, അതെന്ത് ചെയ്യുന്ന അക്സെപ്റ്റ് ചെയ്യുന്നില്ല. That is we call as self sterility. Then diclining. It is a genetical mechanism which prevents self pollination from fertilizing the ovule by inhibiting pollen grains or pollen tube growth in the pistil. ഇതൊരു ജനറ്റിക് മെക്കാനിസം. എന്താണ് ജനറ്റിക് മെക്കാനിസം? പ്രിവെന്റിങ് സെൽഫ് പോളിനേഷൻ. ഏത് തടയുന്നുണ്ട്? സെൽഫ് പോളിനേഷൻ തടയുന്നുണ്ട്. ഫ്രം ഫെർട്ടിലൈസിങ് ദ ഓവ്യൂൾ. ഓവ്യൂളിന് ഫെർട്ടിലൈസ് ആവില്ല. ഇൻഹിബിറ്റിംഗ് ദ പോളൻ ജനറേഷൻ. പോളൻ ഗ്രെയിൻസ് ഫാൾ ആവണാലും അത് എന്ത് ചെയ്യുന്നുള്ള ജെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓർ പോളൻ ട്യൂബ് ഗ്രോത്ത് ഇൻ ദ പിസ്റ്റിൽ, അല്ലെങ്കിൽ പോളൻ ട്യൂബിനെ ഗ്രോ ചെയ്യാൻ അലോ ചെയ്യൂല സെയിം ഫ്ലവറിൽ. അനദർ ഡിവൈസ് ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവർ. വേറൊന്ന് നോക്കി കഴിഞ്ഞാൽ യൂണിസെക്ഷൽ ഫ്ലവർ, അതായത് ഒരു ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആന്തർ മാത്രമേ കാണുള്ളൂ, വേറൊരു ഫ്ലവറിൽ ഗനീഷ് എടുക്കും അല്ലെ. അതിനാണ് നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. ഈസ് ആൻ എക്സാമ്പിൾ ഫോർ diclining. The both male and female flowers are present on the same plant, such are castor and maize. Okay. Both male and female flower. Female flower male flower സെപ്പറേറ്റ് ആവുന്നുണ്ട്, പക്ഷെ അത് ഒരേ ചെടിയിൽ പൂക്കുന്നുണ്ട്. മെയിൽ ഫ്ലവർ ഫീമെയിൽ ഫ്ലവർ ആർ monoecious. ഇത് പ്രിവെന്റ് ഓട്ടോഗമി ബട്ട് നോട്ട് ജെനറ്റോഗമി. ഇത് ഓട്ടോഗമി പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ഏതിനെ പ്രിവെന്റ് ചെയ്യുന്നില്ല? ജെനറ്റോഗമി പ്രിവെന്റ് ചെയ്യുന്നില്ല. ജെനറ്റോഗമി എന്തെന്ന് നമുക്കറിയാം അല്ലേ? ജനറ്റിക്കലി സെൽഫ് പോളിനേഷൻ ബട്ട് ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ. In several species such as papaya, male and female flowers are present on different plants. പപ്പായ ചെടിയിലെല്ലാം നോക്കി കഴിഞ്ഞാൽ മെയിലിന് ഫീമെയിൽ ഫ്ലവറും വേറെ ചെടികളിലാണ് ഉള്ളത്, ഒരേ ചെടിയിൽ മെയിൽ ഫീമെയിൽ ഇല്ല. Each plant is either male or female. They are known as dioecious. This condition prevent both autogamy and genetogamy. അപ്പം വേറെ ചെടികളില് മെയിൽ ഫ്ലവർ ഒരു ചെടിയിലും ഫീമെയിൽ ഫ്ലവർ വേറൊരു ചെടിയിലും പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് എന്ത് പ്രിവെന്റ് ചെയ്യും? ഓട്ടോഗമിയും പ്രിവെന്റ് ചെയ്യും, genetogamy prevent it. Pollen pistil interaction. The filiform apparatus present on the micropyle part of the synergids guide the entry of pollen tubes. Pollen tube നമ്മുടെ സ്റ്റിഗ്മയിൽ നിന്ന് വളർന്ന് സ്റ്റൈൽ വഴിയാ വളർന്ന് ഇവിടെ വരുന്നതാണ് മൈക്രോപൈലറിൽ വരണം. മൈക്രോപൈലറിൽ വരണം എന്ന് പറഞ്ഞാൽ അതൊരു കെമിക്കൽ അട്രാക്ട്. സോ ഇറ്റ് ഈസ് വി കോൾഡ് സ്കീമോട്രോപിക് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന് ആ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരെന്ന് സിനർജറ്റിക് സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് അതിനെ ഗൈഡ് ചെയ്യുന്നത്, അങ്ങോട്ട് വരാൻ വേണ്ടി വാ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
All these events from the pollen deposit on the stigma until pollen tube enter the ovule are together refers to pollen pistil interaction. അപ്പം എന്താണ് പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ? പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ വന്ന് ഫോൾ ആയി, അത് അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് പോളൻ ട്യൂബ്സ് ഫോം ആയി, സ്റ്റിഗ്മ വഴി സ്റ്റൈൽ വഴി സ്റ്റിഗ്മയിൽ നിന്ന് സ്റ്റൈൽ വഴി എവിടെ വരണം? മൈക്രോപൈലർ വരണം. That interaction is known as pollen pistil interaction. So pollen pistil interaction is a dynamic process involving pollen recognition followed by promotion or inhibition of pollen tube. അല്ലേ? അപ്പം ഒരു പോളൻ ഗ്രെയിൻസ് ഫോൾ ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വേണോ വേണ്ടിയെന്ന് ഡിസൈഡ് ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് പോളൻ ട്യൂബ് ഫോം ആവൂ. പോളൻ ട്യൂബ് ഫോം ആയതിനു ശേഷം മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പൊ ആ ഇന്ററാക്ഷനെയാണ് നമ്മൾ പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലേ, ഒരു സ്റ്റിഗ്മ കാണിച്ചിട്ടുണ്ട്. ഈ സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻസ് ഫോൾ ആവുന്നുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്ത് അല്ലെ, ഇതിനെ അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് പോളൻ ട്യൂബ് ഫോം ആയി. ആ പോളൻ ട്യൂബ് ഏതിൽ വരും? ഓവ്യൂളിൽ വരുന്നതാണ് നമ്മൾ പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം വേണ്ടാത്ത വേറെ ചെടിയുടെ പോളൻ ഗ്രെയിൻസ്, വേറെ സ്പീഷീസിയുടെ പോളൻ ഗ്രെയിൻസ് എല്ലാം ഫോളോ ആയി കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല എങ്കിൽ അത് പോളൻ ഗ്രെയിൻ ട്യൂബ് ഫോം ആവില്ല, അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കില്ല. സോ അപ്പൊ എന്തെന്ന് മനസ്സിലായില്ല? പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ, ഫെർട്ടിലൈസേഷൻ. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. മെയിൽ ഗാമേറ്റ് ഫീമെയിൽ ഗാമേറ്റ് ഫ്യൂസ് ആവുന്നതാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എൻട്രി ഓഫ് പോളൻ ട്യൂബ്സ് ഇൻ ദ ഓവ്യൂൾ. പോളൻ ട്യൂബ്സ് ഓവ്യൂളിനകത്ത് എൻട്രി ചെയ്യുന്നത്, പ്രവേശിക്കുന്നത് ഒരേ ഇടത്തിൽ കൂടെ അല്ല, വേറെ വേറെ ഇടത്തിൽ കൂടെ എൻട്രി ചെയ്യുന്നത്. അതിനനുസരിച്ച് പേരുകൾ മാറുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് അതില് ഒരു ദ്വാരമുണ്ട്, ആ ദ്വാരത്തിന് നമ്മൾ പറയുന്ന പേരാണ് മൈക്രോപൈൽ. മൈക്രോപൈല് വഴിയാണ് പോളൻ ട്യൂബ് അകത്ത് പോകുന്നതെങ്കിൽ നമ്മൾ അതിനെ പോറോഗമി എന്ന് പറയും. ഇല്ല, ചലാസ വഴിയാണ് ഈ ട്യൂബ് അകത്തേക്ക് പോകുന്നത്, അങ്ങനെ നമ്മൾ ചലാസോഗമി എന്ന് പറയും. ഇല്ല, ഇൻഡ്യൂഗമെന്റ് വഴിയാണ് അകത്ത് പോകണമെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? മീസോഗമി എന്ന് പറയും അല്ലെ. ഏത് വഴി പോയാലും ആ മൈക്രോപൈലിന്റെ അടുത്ത് പോയേ സിനർജറ്റിക് സെൽസ് വഴിയേ അതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഏതിന്റെ അകത്ത്? എംബ്രിയോ സാക്കിന്റെ അകത്ത് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പോറോഗമി, പോർ മീൻസ് ഹോൾസ്, നമ്മൾ സ്പോഞ്ചസിൽ പഠിച്ചെടുക്കും അല്ലെ. SPOR ഈസ് പോർ എന്ന് പറഞ്ഞാൽ സീഡ്, ഇത് PORO പോർ എന്ന് പറഞ്ഞാൽ എന്ത് പറയുന്നുണ്ട്? ഒരു ഹോൾ അല്ലെ. അപ്പം ഈ മൈക്രോപൈലിന്റെ ഹോൾ വഴിയാണ് പോളൻ ട്യൂബ് അകത്ത് എൻട്രി ചെയ്യുന്നത്, പോറോഗമി. ഇല്ല, നമ്മൾ ചലാസ റീജിയൻ വഴിയാണ് അകത്ത് എൻട്രി ചെയ്യുന്നത്, ചലാസോഗമി. ഇല്ല, നമ്മൾ ഇൻഡ്യൂഗമെന്റ് വഴിയാണ് അകത്ത് എൻട്രി ആവുന്നതെങ്കിൽ നമുക്ക് മീസോഗമി എന്ന് പറയാം. ഇത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓട്രേലിയയില് പോറോഗമിയാണ് നടക്കുന്നത്, അത് കാസ്ക്യൂരിനയില് ചലാസോഗമി നടക്കുന്നുണ്ട്, കുക്കർബിറ്റയില് മീസോഗമി നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ പോളൻ ട്യൂബ്സ് അകത്ത് എൻട്രി ആവുന്നത്? ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്ലേസ് ഓഫ് എൻട്രിങ് ഓഫ് പോളൻ ട്യൂബ്. പോളൻ ട്യൂബ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമ്മൾ നോക്കിയ മൈക്രോപൈൽ വഴി എൻട്രി ചെയ്യുന്നുണ്ട്, ചലാസ വഴി എൻട്രി ചെയ്യുന്നുണ്ട്, ഇൻഡ്യൂഗമെന്റ് വഴി എൻട്രി ചെയ്യുന്നുണ്ട്. ഇൻടു ദ ഓവ്യൂൾ ദ ട്യൂബ് ഇൻവേരിയബിളി എൻറ്റർ ദ എംബ്രിയോ സാക്ക് അറ്റ് മൈക്രോപൈൽ എൻഡ്. ഏത് വഴി എൻട്രി ചെയ്താലും മൈക്രോപൈലർ എൻഡ് വഴി മാത്രമേ അകത്ത് പോകാൻ പറ്റൂ. ദാറ്റ് ഈസ് ഡീജനറേറ്റിംഗ് സിനർജറ്റിക് സെൽ. അവിടെ സിനർജറ്റിക് സെൽസ് ഡീജനറേറ്റ് ആവും. ആ സെല്ല് വഴിയാണ് ആരകത്ത് പോകുന്ന പോളൻ ട്യൂബ് അകത്ത് പോകുന്നത്. എൻട്രി ഓഫ് പോളൻ ട്യൂബ് ഇൻ ദ എംബ്രിയോ സാക്ക് ഈസ് അണ്ടർ കീമോട്രോപിക് ഗൈഡൻസ്. അതായത് കെമിക്കലിന്റെ ഗൈഡൻസ് വഴിയാണ് എൻട്രി ആവുന്നത്. ഈസ് കീമോട്രോപിക് ഗൈഡൻസ്. ദ സിനർജറ്റിക് ഹാവ് ഫില്ലിഫോം അപ്പാർട്ടസ് ആൻഡ് സെക്രീറ്റ് സം കെമിക്കൽ. ഇൻ ദ സിനർജിറ്റ്സില് ഫില്ലിഫോം അപ്പാർട്ടസ് ഉണ്ട്. ഈ ഫില്ലിഫോം അപ്പാർട്ടസ് ചില കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ കെമിക്കൽസ് അട്രാക്ട് ചെയ്യുന്നതനുസരിച്ചാണ് പോളൻ ട്യൂബ് ഗ്രോ ആയി അതിന്റെ അടുത്തേക്ക് പോകുന്നത്. ഇതാണ് നമുക്ക് സ്റ്റിഗ്മ. സ്റ്റിഗ്മയിലെ പോളൻ ഗ്രെയിൻസ് ഫോൾ ആയി, അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് എന്ത് വരുന്നുണ്ട്? പോളൻ ട്യൂബ് ഫോം ആയി. ഈ പോളൻ ട്യൂബ് ഏത് വഴി എൻറ്റർ ആവുന്നുണ്ട്? നമുക്ക് ചലാസ വഴി എൻറ്റർ ആവുന്നെന്ന് പറയാം അല്ലെ. ചലാസ വഴി എൻറ്റർ ആയി എവിടെ വരുന്നുണ്ട്? ഇവിടെ വരുന്നുണ്ട്. ഇത് ഏത് വഴി എൻറ്റർ ചെയ്യുന്നുണ്ട്? സിനർജറ്റിക് സെല്ല് വഴി മാത്രമേ എഗിന്റെ അടുത്ത് പോകാൻ പറ്റൂ. എൻട്രി ഓഫ് പോളൻ ട്യൂബ്സ് ഇൻ എംബ്രിയോ സാക്ക്. നമ്മൾ എംബ്രിയോ സാക്കിന്റെ എംബ്രിയോ സാക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് പാർട്ട് കാണിക്കുന്നത് അല്ലെ. ഇതിന് മുകളിൽ ഇവിടെയും ഉണ്ട് 3 സെല്ല് അല്ലെ. ഇവിടെ 3 സെൽസ് ഉണ്ട്. ദാറ്റ് ഈസ് വി കോൾഡ് ആസ് ആന്റിപോഡൽ സെൽ എന്ന് പറയും. അത് ഡീജനറേറ്റ് ആയി പോകും. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് സെക്കൻഡറി ന്യൂക്ലിയസ്, പോളാർ ന്യൂക്ലിയസ്. ഒരു സെല്ലിന്റെ അകത്ത് 2 ന്യൂക്ലിയസ് ഉണ്ട്. ഇവിടെ നമുക്ക് 3 സെല്ലുണ്ട്, 2 സിനർജിറ്റ്സ്, ഒരു എഗ്ഗും ഉണ്ട്. ഈ പോളൻ ട്യൂബ് അകത്ത് വരെയാണ് ഫില്ലിഫോം അപ്പാർട്ടസ് കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് വാവാന്ന് വിളിക്കുന്നത് വഴി ഇത് ഇവിടെ വരുന്നുണ്ട്. വന്ന് എൻറ്റർ ആവുന്നത് ഈ സെല്ല് ഡീജനറേറ്റ് ആയി പോകും. ഡീജനറേറ്റ് ആയി പോകുമ്പോൾ ബാക്കിൽ എക്സെൽ ഉണ്ട്. എക്സെല്ലുമായിട്ട് ഇതിന്റെ ഫസ്റ്റ് മെയിൽ ഗ്യാമേറ്റ് പോയി ഫ്യൂസ് ആവും. സെക്കൻഡ് ഉണ്ടല്ലോ, സെക്കൻഡ് മെയിൽ ഗ്യാമേറ്റ് പോയി ഇതിൽ ഫ്യൂസ് ആവും. ഓക്കെ വാ. അപ്പൊ ഫസ്റ്റ് ഗ്യാമേറ്റ് പോയി ഇതിൽ ഫ്യൂസ് ആവണല്ലോ. ഇവിടെ വന്നിട്ട് ഒരു N, ഇതൊരു N പ്ലസ് N എന്താണ്? N പ്ലസ് N ഈസ് ഈക്വൽ ടു 2N പ്രൊഡ്യൂസ് ആവും. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫെർട്ടിലൈസേഷൻ. സെക്കൻഡ് ഫെർട്ടിലൈസേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 ന്യൂക്ലിയസ് ഉണ്ട്. അപ്പം 2N പ്ലസ് N ഈസ് ഈക്വൽ ടു 3N പ്രൊഡ്യൂസ് ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ. അപ്പം സെക്കൻഡ് ഫ്യൂഷനിൽ ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കുന്നുണ്ട്, ഫസ്റ്റ് ഫ്യൂഷനിൽ ഡിപ്ലോയിഡ് ഫ്യൂഷൻ നടക്കുന്നുണ്ട് അല്ലേ. സോ ദിസ് ഇസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും.
നമ്മൾ ക്രോപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഹൈബ്രിഡൈസേഷൻ എന്ന പ്രോസസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ഓൺലി ഡിസൈർ പോളൻ ഗ്രെയിൻസ് ആർ യൂസ്ഡ് ഫോർ പോളിനേഷൻ. നമുക്ക് ആവശ്യമുള്ള പോളൻ ഗ്രെയിൻസ് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് പോളിനേഷൻ നടത്താം. ദ സിഗ്മ ഈസ് പ്രൊട്ടക്ട് ഫ്രം എ കണ്ടാമിനേഷൻ ഓഫ് അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻസ്. നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റിഗ്മയെ പ്രൊട്ടക്ട് ചെയ്യണം. എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം? ഒരു ബാഗ് യൂസ് ചെയ്ത് അതിൽ വേറെ പോളൻ ഗ്രെയിൻസ് വന്ന് ഫാൾ ആവാതെ വീഴാതെ ഒരു ബാഗ് യൂസ് ചെയ്ത് കവർ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫ്ലവർ എടുത്തു. ആ ഫ്ലവർ എടുത്ത് എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ എന്ത് കട്ട് ചെയ്യും? നമ്മൾ അതിലെ ആന്തേഴ്സ് എല്ലാം റിമൂവ് ചെയ്യും. ഇറ്റ് അച്ചീവ് ബൈ ഇമാസ്കുലേഷൻ. ഇമാസ്കുലേഷൻ മീൻസ് റിമൂവൽ ഓഫ് ആന്തർ. ആന്തർ ഫുള്ള് റിമൂവ് ആവുന്നുണ്ട്. ദെൻ ബാഗിങ്. ബാഗിങ് എന്ന് പറഞ്ഞാൽ കവർ ദ സ്റ്റിഗ്മ. സ്റ്റിഗ്മ കവർ ചെയ്യുന്നുണ്ട്. ഇഫ് ദ ഫീമെയിൽ പാരന്റ് ബിഎസ് ബൈസെക്ഷൽ ഫ്ലവർ, റിമൂവൽ ഓഫ് ആന്തർ ഫ്രം ദ ഫ്ലവർ ബഡ്സ്. ഫ്ലവർ ബഡ്സ്, അതായത് ആന്തർ ഫുള്ള് ഡെവലപ്പ് ആയി അത് റപ്ചർ ആവുന്നതിന് മുമ്പേ, പൊട്ടുന്നതിന് മുമ്പേ, ആന്തർ ഡെഗിഷൻ ആവുന്നതിന് മുമ്പേ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളൊരു ഫോഴ്സ്, എ പെയർ ഓഫ് ഫോഴ്സ് അപ്പ് ഈസ് നെസസറി. ഒരു പെയർ ഫോഴ്സ് അപ്പ് യൂസ് ചെയ്ത് നമ്മൾ അതിനെ റിമൂവ് ചെയ്യും. ദാറ്റ് പ്രോസസ് വി കോൾഡ് ആസ് ഇമാക്കുലേഷൻ. ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? റിമൂവൽ ഓഫ് ആന്തർ ബിഫോർ അറ്റൈനിങ് മെച്യൂരിറ്റി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റിഗ്മയെ കവർ ചെയ്യുന്നുണ്ട്. ഇമാസ്കുലേറ്റഡ് ഫ്ലവർ ഹാസ് ടു ബി കവർഡ് വിത്ത് എ ബാഗ് ഓഫ് സൂട്ടബിൾ സൈസ്. അത് ഏത് സൈസ് ആണ് വേണ്ടത് അതിനനുസരിച്ച് സൈസുള്ള ബാഗ് വെച്ച് നമ്മൾ കവർ ചെയ്യും. ജനറലി മെയ്ഡ് ബൈ ബട്ടർ പേപ്പർ ടു പ്രിവെന്റ് കണ്ടാമിനേഷൻ ഓഫ് ഇറ്റ് സ്റ്റിഗ്മ വിത്ത് അൺവാണ്ടഡ് പോളിനേഴ്സ്. നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ബട്ടർ പേപ്പർ യൂസ് ചെയ്താണ് കവർ ചെയ്യുന്നത്. എന്തിനാണ് കവർ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത വേറെ പോളിനേഴ്സ് ഒന്നും ഇതിൽ വീഴാൻ പാടില്ല. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ബാഗിങ്. ബാഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കവറിംഗ് ദ സ്റ്റിഗ്മ ടു പ്രിവെന്റ് the falling of unwanted pollens. Then emasculation means എന്താണ്? removal of anther before rupture. When the stigma of bag flower attaining receptivity, the mature pollen grains collect from the anther of the male parent are dusted on the stigma flowers are rebagged. നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സിഗ്മ ബാഗ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സിഗ്മ വന്നിട്ട് എന്ത് ചെയ്യും? മെച്ചുറായി അത് റിസീവ് ചെയ്യാം. പോളൻ ഗ്രെയിൻസ് റിസീവ് ചെയ്യാൻ റെഡി ആവണം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ആവശ്യമുള്ള പോളൻ ഗ്രെയിൻസ് നമ്മൾ ശേഖരിച്ച് അതിനെ എന്ത് ചെയ്യണം? ഇതിന്റെ മുകളിൽ തൂറ്റി വിടണം. അപ്പൊ തൂറ്റി വിട്ട് നമ്മൾ തിരിച്ചും ബാഗ് ഇടണം. ബാഗ് ഇട്ടില്ലെങ്കിൽ വേറെ പോളൻ ഗ്രെയിൻസ് വീഴാൻ സാധ്യതയുണ്ട്. പല പോളൻ ഗ്രെയിൻസ് വീഴുന്ന ഇതിൽ ഗ്രോത്ത് നടക്കാൻ പാടില്ല. നമ്മൾ ഇട്ടത് മാത്രമേ ഗ്രോത്ത് നടക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ആ പോളൻ ഗ്രെയിൻസ് അതിൽ തൂറ്റി വിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ബാഗ് ചെയ്യണം. റീബാഗ്. ഫ്രൂട്ട്സ് അലൗഡ് ടു ഡെവലപ്പ്. ഇഫ് ദ ഫീമെയിൽ പാരന്റ് പ്രൊഡ്യൂസ് യൂണിസെക്ഷൽ ഫ്ലവർ ദർ ഈസ് നോ നീഡ് ഓഫ് ഇമാസ്കുലേഷൻ. നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റിന്റെ ഫ്ലവർ നോക്കിക്കഴിഞ്ഞാൽ യൂണിസെക്ഷൽ, അതായത് ഒരു സെക്സ് മാത്രം, ഫീമെയിൽ ഫ്ലവറിൽ ഫീമെയിൽ മാത്രമേ ഉള്ളൂ, ഫീമെയിൽ ഗാമറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഇമാസ്കുലേഷൻ, റിമൂവൽ ഓഫ് ആന്തർ ചെയ്യേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ അതിൽ ആന്തർ ഉണ്ടാവില്ല. ആന്തർ വേറൊരു പൂലായിരിക്കും. ഡബിൾ ഫെർട്ടിലൈസേഷൻ. ആഫ്റ്റർ എൻട്രി ഓഫ് വൺ സിനർജറ്റിക്സ് ദ പോളൻ ട്യൂബ്സ് ബർസ്റ്റ്. സിനർജിക് സെൽസിന്റെ അകത്ത് പോളൻ ട്യൂബ്സ് എൻറ്റർ ആവണം. പോളൻ ട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്? ബസ്റ്റ് മീൻസ് പൊട്ടും. ആൻഡ് റിലീസ് 2 മെയിൽ ഗാമറ്റ്. അത് എന്ത് റിലീസ് ചെയ്യും? 2 മെയിൽ ഗാമറ്റ് റിലീസ് ചെയ്യും ഇൻടു ദ സൈറ്റോപ്ലാസം ഓഫ് സിനർജിറ്റ്സ്. സിനർജിഡ് സെൽസിലെ സൈറ്റോപ്ലാസത്തില് 2 മെയിൽ ഗാമറ്റ് അത് റിലീസ് ചെയ്യും. വൺ ഓഫ് ദ മെയിൽ ഗാമറ്റ് മൂവ് ടുവേഴ്സ് ദി എഗ്. അതിൽ ഒന്ന് എതിനെ നോക്കി മൂവ് ചെയ്യും? എക്സെലിനെ നോക്കി മൂവ് ചെയ്യും. ഫ്യൂസ്ഡ് വിത്ത് ന്യൂക്ലിയസ്. ദസ് കംപ്ലീറ്റ് ദ സിൻഗമി ഓർ ഫെർട്ടിലൈസേഷൻ. അല്ലെ? അപ്പം ഇതില് ഒരു മെയിൽ ഗാമറ്റ്, അതായത് മെയിൽ ഗാമറ്റ് എന്ന് പറഞ്ഞാൽ എൻ എന്ത് ചെയ്യുന്നുണ്ട്? എഗ് സെല്ല, എഗ് എന്നാണ്, അതുമായിട്ട് എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കും. ദിസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ഡിപ്ലോയിഡ് സെൽ. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഡിപ്ലോയിഡ് സെൽ. ഹാപ്ലോയിഡ് സെൽ ആണ് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂസ് ചെയ്തത് ടു പ്രൊഡ്യൂസ് എ ഡിപ്ലോയിഡ് സൈഗോട്ട്. ദാറ്റ് ഈസ് വി കോൾഡ് ആസ് സിൻഗമി ഓഫ് ഫെർട്ടിലൈസേഷൻ. അത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. മെയിൽ ഗാമറ്റ് എന്താണ്? എൻ കണ്ടീഷൻ. ദാറ്റ് ഈസ് വി കോൾഡ് ആസ് haploid, half in number of chromosome. Here also haploid. 2 haploids are joined together to form a diploid zygote. നമുക്ക് ഇവിടെ ഒരു diploid zygote കിട്ടുന്നുണ്ട്. The other male gamete, ഇനിയൊരു മെയിൽ ഗാമറ്റ് ഉണ്ടല്ലോ, fused with the secondary nucleus. Secondary nucleus നമുക്ക് 2 ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2n എന്ന് പറയും. Fused with a polar nuclei of both polar nuclei to form a primary endosperm. Primary endosperm എത്ര ന്യൂക്ലിയസ് ഉണ്ട്? It is a 3 nucleus. So they are in a triple fusion എന്ന് പറയില്ല. This fusion is called triple fusion because 3 nuclei take place in this fusion. ഈ ഫ്യൂഷനിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 3 ന്യൂക്ലിയസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് പറയാം? ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയാം. അത് കാണിക്കുന്നുണ്ട്. സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻസ് ഫാളായി, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്റ്റിഗ്മ അക്സെപ്റ്റ് ചെയ്ത് പോളൻ ഗ്രെയിൻസിന്, അപ്പം പോളൻ ട്യൂബ്സ് ഡെവലപ്പ് ആയി. ഈ പോളൻ ട്യൂബ്സിന് സിനർജറ്റിക് സെൽസിലെ ഫിലിഫോം അപ്പാർട്ടസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ്
എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അങ്ങോട്ട് ഗ്രോ ചെയ്ത് ഒരു സിനർജി സെൽസിന്റെ അകത്തോട്ട് എൻ്റർ ആവുന്നത് ഇത് ബസ്റ്റ് ആവും, ഇത് പൊട്ടി ഇതിൽ ഒരു പോളൻ ഗ്രൈൻസ് എഗോ അപ്പാരറ്റസോ ആയിട്ട്, ഒരു പോളൻ ഗ്രൈൻസ് അല്ല ഒരു സ്പേം സെൽ എഗോ അപ്പാരറ്റസ് എഗോ ആയിട്ട് ഫ്യൂസ് ആവും. ഇനി ഒന്ന് വന്നിട്ട് പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ആവും. പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ആണ് നമുക്ക് എന്ത് ഫോം ആവും, എൻഡോസ്പേം ഫോം ആവും. ദാറ്റ് ഈസ് 3n കണ്ടീഷൻ, മറ്റേത് 2n കണ്ടീഷൻ ആയിരിക്കും. മെയിൽ ഗാമേറ്റ് n കണ്ടീഷൻ, സെക്കൻഡറി ന്യൂക്ലിയസിലെ 2 ന്യൂക്ലിയസ് ഉണ്ട്, 2 ന്യൂക്ലിയസും ഇതിലെ ഒരു ന്യൂക്ലിയസ് കൂടെ ചേർന്ന് 3 ന്യൂക്ലിയസ് 3n കണ്ടീഷനിൽ വരും. അത് പ്രൈമറി എൻഡോസ്പേം പ്രൊഡ്യൂസ് ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു Pn. Primary endosperms are triple. Since two type of fusions, that is syngamy and triple fusion take place in an embryo sac. The phenomenon is termed as double fertilization. അപ്പോൾ ഒരു എംബ്രിയോ സാക്കിന്റെ അകത്ത് നമുക്ക് 2 ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. ഒന്ന് ഒരു നമ്മുടെ ജനറേറ്റീവ് സെല്ല് എഗ്ഗോയിട്ട് ഫ്യൂസ് ചെയ്യുന്നത്, ഇനി ഒരു ജനറേറ്റീവ് സെല്ല് നമ്മൾ പോളാർ ന്യൂക്ലിയസോട്ട് ഫ്യൂസ് ആവുന്നുണ്ട്. അങ്ങനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് ടേക്ക് പ്ലേസ്. This even occurring in flowering plants only. ഇത് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ അകത്ത് മാത്രമേ നടക്കുന്നുണ്ടോ. 5 ന്യൂക്ലിയസ് ആർ ഇൻവോൾവ് ഇൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ. 5 ന്യൂക്ലിയസ് ഇൻവോൾവ് ആവുന്നുണ്ട്. അതായത് എഗ്ഗിലെ ഒരു ന്യൂക്ലിയസ് അല്ലേ 1, സ്പേമിലെ ഒരു ന്യൂക്ലിയസ് 2, ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താണ് എന്ത് ഫോം ആവുന്നത്, സൈഗോട്ട്. സോ സൈഗോട്ട് ഈസ് 2n കണ്ടീഷൻ. അടുത്ത് നമുക്ക് എന്തുണ്ട് അവിടെ, പോളാർ ബോഡി ഉണ്ട് അല്ലേ. പോളാർ ബോഡിയിൽ എന്തുണ്ട്, 2 ന്യൂക്ലിയസ് ഉണ്ട്. സോ 2. ഇനി നമ്മൾ അവിടെ ഇനി ഒരു സ്പേം ഉണ്ടല്ലേ, ആ സ്പേമിന്റെ അകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട് 1. അപ്പൊ 2, 1, 3, 4, 5 ന്യൂക്ലിയസ് ഇവിടെ ഫ്യൂസ് ആവുന്നുണ്ട്. ഇത് 3 ന്യൂക്ലിയസ് ഫ്യൂസ് ആവുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോൺ ആസ് 3n ഓർ ട്രിപ്പിൾ ഫ്യൂഷൻ. അതുവഴി നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, എൻഡോസ്പോർ ഫോർമേഷൻ. പോറോഗമി ഈസ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ്സ് ഇൻടു ദ ഓവിൽ ത്രൂ, നമുക്കറിയാം, ദാറ്റ് ഈസ് ത്രൂ മൈക്രോപൈൽ. Entry of pollen tubes into the embryo sac is under the guidance. ആരുടെ ഗൈഡൻസ് അല്ലെങ്കിൽ ഏതിന്റെ ഗൈഡൻസ് വഴിയാണ് പോളൻ ട്യൂബ്സിന്റെ ഗ്രോത്ത് നടക്കുന്നത്, കീമോട്രോപിക് കെമിക്കൽ. The precautionary measures in artificial hybridization is, artificial hybridization നമ്മൾ എന്തെല്ലാം ചെയ്യണം അല്ലേ, ബർത്ത്, ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ വാസ് ഡിസ്കവേർഡ് ബൈ, ഡബിൾ ഫെർട്ടിലൈസേഷൻ കണ്ടുപിടിച്ചത് ആര്, ഡബിൾ ഫെർട്ടിലൈസേഷൻ വാസ് ഡിസ്കവേർഡ് ബൈ നവാസ്കിൻ. അപ്പൊ നമ്മൾ പഠിച്ചല്ല, ഡബിൾ ഫെർട്ടിലൈസേഷൻ ആര് കണ്ടുപിടിച്ചു, നവാസ്കിൻ. ലിസീനിൻ ഇതില് ലില്ലി ആൻഡ് ഫ്രിറ്റിലേറിയ. സോ ഡബിൾ ഫെർട്ടിലൈസേഷൻ വാസ് ഡിസ്കവേർഡ് ബൈ നവാസിൻ ഇൻ ലില്ലിയം ആൻഡ് ഫ്രിറ്റിലേറിയ. സോ നെക്സ്റ്റ് വി ഗോസ് ടു പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ് നടക്കുന്നത് അതിനെ കുറിച്ച് പഠിക്കാൻ വേണം. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇവന്റ്സ്. ഡെവലപ്മെന്റ് ഓഫ് an endosperm and embryo, mature of ovules into seed and ovary into fruit are collectively termed as post fertilization event. അപ്പോൾ നമുക്ക് എന്ത് നടക്കുന്നുണ്ട്, എൻഡോസ്പേം ഡെവലപ്മെന്റ്, എംബ്രിയോ ഡെവലപ്മെന്റ്, മെച്ചുറേഷൻ ഓഫ് ഓവ്യൂൾസ് ഇൻടു സീഡ്. മെച്ചുർ ഓവ്യൂൾ എന്തായിട്ട് മാറുന്നുണ്ട്, സീഡായിട്ട് മാറുന്നുണ്ട്. ആൻഡ് ഓവറി എന്തായിട്ട് മാറുന്നുണ്ട്, ഫ്രൂട്ട് ആയിട്ട് മാറുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ അല്ലേ, എൻഡോസ്പേം ഫോം ആവുന്നുണ്ട്, എംബ്രിയോ ഫോം ആവുന്നുണ്ട്. മെച്ചുർ ഓവ്യൂളാണ് നമുക്ക് സീഡായിട്ട് മാറുന്നത്, ഓവറിയാണ് ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവന്റ് കാണിക്കുന്നുണ്ട്. സീഡ് കാണിച്ചിട്ടുണ്ട്, ഓവറി എന്തായിട്ട് കാണിക്കുന്നുണ്ട്, ഫ്രൂട്ട് ആയിട്ട് കാണിക്കുന്നുണ്ട്. തക്കാളി കാണിച്ചിട്ടുണ്ടോ. എൻഡോസ്പേം, ദിസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ട്രിപ്പിൾ ഫ്യൂഷൻ. അതായത് 3 ഫ്യൂഷന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എൻഡോസ്പേം. ഡെവലപ്പ് ഫ്രം ദ സെൻട്രൽ സെൽ ഓഫ് ദി എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്കിന്റെ മധ്യത്തിലിരിക്കുന്ന സെല്ലാണ്. ഇത് ജനറലി ആസ് എ ട്രിപ്പിൾ ടിഷ്യൂ. സെൽസ് ഓഫ് ദിസ് ന്യൂക്ലിയസ് ആർ ഫിൽഡ് വിത്ത് റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽസ്. ഇതിന്റെ സെല്ലിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ആണ് ശേഖരിച്ചു വെക്കുന്നത്. ദേ ആർ യൂസ്ഡ് ഫോർ ന്യൂട്രീഷൻ ഓഫ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ. ആ ഡെവലപ്പ് ആവുന്ന എംബ്രിയോയ്ക്ക് ആവശ്യമാവുന്ന ന്യൂട്രീഷൻസ് അതിന്റെ അകത്ത് അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദീസ് ആബ്സെന്റ് ഫാമിലീസ്, ഇത് ചില ഫാമിലിയിൽ വരുന്ന ചെടികളിലെ സീഡിന്റെ അകത്ത് ഇല്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഓർക്കിഡേസിയ, പോഡോസ്റ്റിമേസിയ ആൻഡ് ട്രപ്പീസിയ പ്ലാന്റ്സ്. സിറിയൽസിൽ ഏതെല്ലാം വരുന്നുണ്ട്, റൈസ്, വീറ്റ്. സിറിയൽസിൽ മൈസും വരുന്നുണ്ട്. അപ്പം സിറിയൽസിലെ റൈസും വീറ്റും എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ എൻഡോസ്പേം സ്റ്റാർച്ച് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സീരിയൽസിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടീൻ കൂടുതലുണ്ട്. അതിന് കവർ ചെയ്ത് ആലോറിൻ ലെയർ ഉണ്ട്. ഞാൻ കാസ്ട്രൽ കോക്കനട്ട് നോക്കി കഴിഞ്ഞാൽ അതിൽ ഓയിലാണ് അധികം. അതാണ് നമുക്ക് തേങ്ങ ആട്ടുമ്പം എണ്ണ കിട്ടുന്നത്. കാസ്ട്രൽ നമ്മൾ വിളക്കെണ്ണ കിട്ടുന്നത്. ഐവറി പാം is made up of cellulosic endosperm. Date palm, hemicellulosic endosperm. Some examples only.
Then the stony endosperm is present in betel nut, അരക്ക് നട്ട്. അതായത് നമ്മൾ പാക്ക് എന്ന് പറയുന്നതല്ല, പാക്കില് ആ എൻഡോസ്പോം ആണ് എന്തായിട്ട് കാണുന്നത്, നമുക്ക് പാക്കായിട്ട് കിട്ടുന്നത് അല്ലെ. അതിന് നമ്മൾ സ്റ്റോണി എൻഡോസ്പോം, ഹാർഡ് ആയിരിക്കണതുകൊണ്ട് നമ്മൾ അതിനെ സ്റ്റോണി എൻഡോസ്പോം എന്ന് പറയും. ആൻഡ് ഡേറ്റ് പാം, ഫീനക്സ് ഡാക്ടിലിഫറ. അതായത് നമ്മള് ഡിപ്ലോയിഡ് എൻഡോസ്പോം ഈസ് ഫൗണ്ട് ഇൻ ഓണോത്തീറ. ഓണോത്തീറയിൽ നമുക്ക് ഏത് കാണാൻ പറ്റുന്നുണ്ട്? ഡിപ്ലോയിഡ് എൻഡോസ്പോം. അപ്പോൾ ഡിപ്ലോയിഡ് എൻഡോസ്പോം ഏതിലാണുള്ളത്? ഈനോത്തീറ അല്ലെങ്കിൽ ഈനോത്തീറ എന്ന് പറയാം. ഈനോത്തീറയിൽ എന്ത് കാണുന്നുണ്ട്? ഡിപ്ലോയിഡ് എൻഡോസ്പോം മാർക്ക് ചെയ്ത് വെച്ചോ. ബാക്കി എല്ലാത്തിലും എന്താണ്? ട്രിപ്പിൾ എൻഡോസ്പോം ആണ് കാണുന്നത്. ഇതിൽ എന്ത് കാണുന്നു? നമ്മൾ ഡിപ്ലോയിഡ് എൻഡോസ്പോം കാണാൻ പറ്റുന്നുണ്ട്. ഏതില്? ഈനോത്തീറയിൽ. നമ്മൾ സീഡ് നോക്കാം. നമുക്ക് വിത്ത് ഇല്ലേ, വിത്ത് വന്ന് നോക്കിയാൽ നമുക്ക് രണ്ട് തരമുണ്ട്. നോൺ എൻഡോസ്പെർമിക് ഓർ എക്സാൽനസ് സീഡ്. ഇൻ സീഡ്സ് ലൈക്ക് gram, pea, groundnut, the endosperm is completely consumed by developing embryo. എൻഡോസ്പെർം ഉണ്ട്, അത് എന്ത് ചെയ്യുന്നുണ്ട്? ഫുള്ള് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ആര് അത് ഫുള്ളായി ഉപയോഗിക്കുന്നുണ്ട്? ഡെവലപ്പ് ആവുന്ന എംബ്രിയോ യൂസ് ചെയ്യുന്നുണ്ട്. The seeds are called non-endospermic seed. അതുകൊണ്ട് ഈ സീഡ് നമുക്ക് എന്ത് പറയാം? നോൺ എൻഡോസ്പെർമിക് സീഡ്. ഇതില് എൻഡോസ്പെർം ഇല്ല, ഇല്ലെങ്കിൽ എക്സാൽനസ് സീഡ് എന്ന് പറയാം. എന്ത് പറയുന്നത്? എന്തെന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ എംബ്രിയോ ഈ എൻഡോസ്പെർമിനെ ഫുള്ളാ ഉപയോഗിച്ചിരിക്കും. എക്സാമ്പിൾ എന്താണ്? നമുക്ക് കടല, നിലക്കടല, ഗ്രീൻ പീസ്, ചുണ്ടൽ. എൻഡോസ്പെർമിക് or alnus seed. In monocots and castor beans, embryo does not consume all the endosperm. Embryo എല്ലാ എൻഡോസ്പെർമിനെ കൺസ്യൂം ചെയ്യില്ല. So it persists in the mature seed. അതുകൊണ്ട് നമുക്കത് മെച്ചൂർ സീഡിൽ കാണാം. Such seed are called endospermic seed. അങ്ങനെയുള്ള സീഡ് നമ്മൾ എന്ത് പറയും? എൻഡോസ്പെർമിക് സീഡ് or alnus seed. In this seed, food is stored in the endosperm. ഈ സീഡില് എൻഡോസ്പെർമിൽ എന്ത് സ്റ്റോർ ചെയ്തേക്കും? ഫുഡ് സ്റ്റോർ ചെയ്തേക്കും. എക്സാമ്പിൾ വീറ്റ്, ഗോതമ്പ്, മൈസ്, ചോളം, ബാർലി, സൺഫ്ലവർ, കോക്കനട്ട്. ഇതെല്ലാം എൻഡോസ്പെർമസ് ഉണ്ട്. സോ ദേ ആർ നോൺ ആസ് എൻഡോസ്പെർമിക് സീഡ് ഓർ ആൽനസ് സീഡ്. The developing of an embryo from a zygote is called embryogeny. അപ്പം സൈഗോട്ടിൽ നിന്നും എംബ്രിയോ, ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ഫ്രം എ സൈഗോട്ട്, സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഡെവലപ്പ് ആവുന്നത് നമ്മൾ എംബ്രിയോജനി എന്ന് പറയും. Embryo developed at the micropellar end of the embryo sac where the zygote is situated. എംബ്രിയോ ഡെവലപ്മെന്റ് എവിടെ നടക്കുന്നുണ്ട്? മൈക്രോപൈലർ എൻഡിൽ നടക്കുന്നുണ്ട്. അവിടെയാണ് ആരോ ഉള്ളത്? നമ്മുടെ സൈഗോട്ട് ഉള്ളത്. മോസ്റ്റ് സൈഗോട്ട് ഡിവൈഡ് only after certain amount of endosperm is formed. അപ്പം മിക്ക സൈഗോട്ടും ഡിവൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ആവുന്ന എപ്പോന്ന് കേട്ട് കഴിഞ്ഞാൽ എൻഡോസ്പെർം ഫോർമേഷൻ കുറച്ചെങ്കിലും നടന്നതിന് ശേഷമാണ് അത് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ന്യൂട്രീഷൻസ് വേണം അല്ലേ. This is an adaptation to provide assured nutrition to the developing embryo. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് എന്ത് വേണം? ന്യൂട്രീഷൻ വേണം. അപ്പൊ ന്യൂട്രീഷൻ കൊടുക്കണമെങ്കിൽ ആര് വേണം? അവിടെ എൻഡോസ്പെർം വേണം. അതുകൊണ്ട് എൻഡോസ്പെർം ഡെവലപ്പ് ആയതിനു ശേഷമാണ് കൂടുതലും ഇതിൽ ഡെവലപ്പ് ആവുന്നത്, നമുക്ക് എംബ്രിയോ ഡെവലപ്പ് ആവുന്നത്. ഇറ്റ് മീൻസ് എൻഡോസ്പെർം ഡെവലപ്ഡ് പ്രസീഡ് എംബ്രിയോ ഡെവലപ്മെന്റ്. അപ്പം ഫസ്റ്റ് ഡെവലപ്പ് ആവുന്ന ആരാണ്? എൻഡോസ്പെർം ആണ് ഫസ്റ്റ് ഡെവലപ്പ് ആവുന്നത്. അത് കഴിഞ്ഞാണ് ആര് ഡെവലപ്പ് ആവുന്നത്? എംബ്രിയോ ഡെവലപ്പ് ആവുന്നത്. 1 മാർക്ക് എഴുതാം. Early stage of embryogeny are similar in both monocotyledons and dicotyledons. ഏർലി സ്റ്റേജ് നോക്കി കഴിഞ്ഞാൽ രണ്ടിലും ഒരേപോലെ നടക്കും. ഇതാണ് സൈഗോട്ട്. സൈഗോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു സെല്ലാണ്, അത് രണ്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ബേസൽ സെല്ലും ഒന്ന് ടെർമിനൽ സെല്ലാണ് ഡിവൈഡ് ചെയ്യും. അത് ബേസൽ സെല്ലിൽ നമുക്ക് സസ്പെൻഡർ സെൽസ് ഫോം ആവും. മോളിക്കുലർ സെൽസ്, അത് ആന്റിക്ലൈനൽ ഡിവിഷൻ ഈസ് ടേക്ക് പ്ലേസ് ആൻഡ് ഇറ്റ് ഫോം സസ്പെൻസർ ആൻഡ് എംബ്രിയോ. ദെൻ അത് എന്ത് ഷേപ്പ് ആവും? ഗ്ലോബൽ ഷേപ്പ് ഫോം ആവും. ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഒരുപാട് സെൽസ് ഡിവൈഡ് ആവും. ദെൻ അത് ഹാർട്ട് ഷേപ്പ് ഫോം ആവും. ദെൻ ടോർമിപ്പിഡ് സ്റ്റേജ് ഫോം ആവും. ഇപ്പൊ നമുക്ക് കോട്ട്ലിൻസ്, ഷൂട്ട് മെരിസ്റ്റം, റൂട്ട് മെരിസ്റ്റം എല്ലാം കാണാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സ്റ്റേജസ് ഇൻ ഡെവലപ്പിംഗ് എംബ്രിയോ ആൻഡ് ഡൈക്കോൺ. അപ്പൊ നമുക്ക് ഫെർട്ടിലൈസ്ഡ് എഗ് ഒരു സിംഗിൾ സെൽ അല്ലേ, ഒരു സിംഗിൾ സെല്ലാണ് ഫെർട്ടിലൈസ്ഡ് എഗ്. അതിൽ നമുക്ക് രണ്ട് സെല്ല് ഫോം ആവുന്നു. ഒരു ചെറിയ സെല്ലും ഒരു വലിയ സെല്ലും ഫോം ആവുന്നുണ്ട്. ചെറിയ സെൽ നമ്മൾ അപ്പിക്കൽ സെൽ എന്നും വലിയ സെല്ല് നമ്മൾ ബേസൽ സെൽ എന്നും പറയുന്നുണ്ട് അല്ലേ. ഇപ്പം ഈ അപ്പിക്കൽ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? മുകളിൽ എംബ്രിയോ ഡെവലപ്പ് ആവുന്നുണ്ട്. ബേസൽ സെൽസിൽ നിന്ന് സസ്പെൻഡർ സെൽസ് ഫോം ആവുന്നുണ്ട്. സോ ഇത് 2 സെൽ, ഇത് ഒക്ടോൺ സ്റ്റേജ്, ഇത് ഗ്ലോബുലർ സ്റ്റേജ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു ഗ്ലോബ് പോലെ കാണാൻ പറ്റും. താഴെ ബേസൽ സെൽ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രയാങ്കുലർ ഷേപ്പിൽ കാണാൻ പറ്റും അല്ലേ മുകളിൽ എംബ്രിയോ. അതിന് സസ്പെൻസർ സെല്ലുണ്ട്, അതിന് താഴെ ബേസൽ സെല്ലുണ്ട്. ഇവിടെ നമുക്ക് ഹാർട്ടിന്റെ ഷേപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഹാർട്ട് ഷേപ്പ് അല്ലെ, ഹാർട്ടിന്റെ ഷേപ്പിൽ കാണാൻ പറ്റുന്നത് സസ്പെൻസർ സെല്ലുണ്ട്, ബേസൽ സെല്ലുണ്ട്. ഇവിടെ നമുക്ക് കോട്ട്ലൈൻസ് ഡെവലപ്പ് ആവുന്നുണ്ട്. ഇതൊരു ടോർണിപ്പ് സ്റ്റേജിൽ ഡെവലപ്പ് ആവുന്നുണ്ട്. റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്. ഇതിൽ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം സ്റ്റാർട്ടിങ്. ഇത് മെച്ചർ എംബ്രിയോ. മെച്ചർ എംബ്രിയോയിൽ നമുക്ക് എംബ്രിയോ എപ്പിഡെർമിസ് കാണാം, ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം കാണാം, വാസ്കുലർ ടിഷ്യൂസ് കാണാം, ഗ്രൗണ്ട് ടിഷ്യൂസ് കാണാം, കോട്ട്ലൈൻസ് കാണാം, റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം കാണാൻ പറ്റും. That is a typical embryo. That is the development stage of a dicot.
A typical dicot embryo consists of an embryo axis, that is we call as a tigellum, and two cotyledons. The portion of the embryo axis above the level of cotyledons is the epicotyl. What is epicotyl? The portion of the embryonal axis above the level of cotyledons, which terminated with the plumule. അതിന്റെ എൻഡിൽ ആരുണ്ട്? പ്ലിമ്യൂഡ് ഓർ സ്റ്റെം ടിപ്പ് ഉണ്ട്. or otherwise നമുക്ക് പറയാം ഇതിന് ഫസ്റ്റ് അപ്പിക്കൽ ബട്ട് ഓഫ് ഷൂട്ട്. The cylindrical portion below the level of cotyledons, cotyledons താഴെയുള്ള പാർട്ട് നമ്മൾ ഹൈപ്പോകോട്ടിൽ എന്ന് പറയും. That terminal lower end is known as radicle or root. അവിടെ നിന്നാണ് റൂട്ട് ഡെവലപ്പ് ആവുന്നത്. അപ്പം എബോവ് ദ എംബ്രിയോൽ ആക്സിസിൽ നമുക്ക് പ്ലിമ്യൂൾ കാണാം. അവിടെയാണ് നമുക്ക് സ്റ്റെം ഷൂട്ട് അല്ലെങ്കിൽ ബഡ്സ് ഓഫ് സ്റ്റെം ഷൂട്ട് എന്ന് പറയാം. അതിന്റെ താഴെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റും? റേഡിക്കൽ അല്ലെങ്കിൽ റൂട്ട് ടിപ്പ് കാണാൻ പറ്റും. റൂട്ട് ടിപ്പ് ഈസ് കവേർഡ് വിത്ത് റൂട്ട് ക്യാപ്പ്. റൂട്ട് ടിപ്പിനെ കവർ ചെയ്ത് ആറുണ്ട്? റൂട്ട് ക്യാപ്പ് ഉണ്ട്. കൊടുത്തുകൊണ്ട് പ്ലിമ്യൂൾ അല്ലേ, രണ്ട് കോട്ടിലൻസ് ഹൈപ്പോകോട്ടിലൻസ്, അതിന് താഴെ ആറുണ്ട്? റാഡിക്കൽ. റാഡിക്കലിനെ കവർ ചെയ്ത് ആറുണ്ട്? റൂട്ട് ക്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ പ്ലിമ്യൂളിനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഷൂട്ട് ഡെവലപ്പ് ആവുന്നത്. മോണോകോട്ടിൽ മോണോകോട്ട് എംബ്രിയോ. എംബ്രിയോ മോണോകോട്ട് possess only one cotyledons. ഇതിൽ ഒരു കോട്ടിലൻസേ ഉള്ളൂ. ഡൈകോട്ടിലൻസ് രണ്ട് കോട്ടിലൻസ് കാണും. ഇനി ഗ്രാസ് ഫാമിലി ദ കോട്ടിലൻസ് ഈസ് കോൾഡ് സ്കൂട്ടെല്ലം. ഇതിന്റെ ഈ കോട്ടിലൻ നമുക്ക് ഇനി ഒരു പേരാണ് സ്കൂട്ടെല്ലം. ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ടുവേഴ്സ് വൺ സൈഡ്. ഒരു സൈഡ് മാത്രമേ കാണുള്ളൂ ഓഫ് ദ എംബ്രിയോ ആക്സിസ്. അത് ലോവർ എൻഡ് ദ എംബ്രിയോ ആക്സിസ് ഹാസ് എ റാഡിക്കൽ. ഇതിന്റെ ലോവർ എൻഡിൽ റാഡിക്കൽ ഉണ്ട്. അതിനെ കവർ ചെയ്ത റൂട്ട് ക്യാപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് എൻക്ലോസ്ഡ് ബൈ അൺഡിഫറെന്റ് ഷീത്ത് കോൾഡ് കീലോറൈസ. The portion of the embryonal axis above the level of attachment of scutula is called epicotyl. Scutulത്തിന്റെ മുകളിലുള്ള പാർട്ട് നമ്മൾ എപ്പികോട്ടിൽ എന്ന് പറയും. Epicotyl shoot apex and few leaf primordial enclosed in the hollow follicular structure called kiloptile. ഇതില് നമുക്ക് മോണോകോട്ടിലിലെ രണ്ട് വേർഡ് നമ്മൾ പൊതുവായിട്ട് പഠിക്കും, kiloptile and mycorrhizae. ഡൈകോട്ടിൽ രണ്ട് വേർഡും കാണില്ല. The outer covering of the endosperm separate the embryo by a proteinous layer called alluring layer. അപ്പം എൻഡോസ്പേമിനെ എംബ്രിയോയെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലെയർ ഉണ്ട്. ദാറ്റ് ലെയർ ഈസ് നോൺ ആസ് അലിയോറൻ ലെയർ. LS of an embryo of grass. സ്കൂട്ടിൽ നമുക്ക് കാണാം കിലോപ്റ്റൈൽ. കിലോപ്റ്റൈലിലെ ഇതാണ് കണ്ട, അതിന്റെ അടുത്താണ് ഷൂട്ട് അപ്പെക്സ്. ഇവിടെ നമുക്ക് എപ്പിബ്ലാസ്റ്റ് കാണാം. തന്നെ താഴെ റാഡിക്കൽ കാണാം. റാഡിക്കലിന് റൂട്ട് ക്യാപ്പ്. അതിനെ കവർ ചെയ്ത് ആറുണ്ട്? കിലോപ്റ്റൈൽ. കിലോപ്റ്റൈലും കിലോറൈസയും നമുക്ക് മോണോകോട്ടിൽ കാണാം. ഡൈകോട്ടിലില്ല. പെരിസ്പേം. മോസ്റ്റ് ന്യൂക്ലിയസ് ഈസ് കൺസ്യൂംഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് ശേഷം അവിടെ ന്യൂക്ലിയസിനെ എല്ലാം കൺസ്യൂം ചെയ്യും ഡ്യൂ ടു അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് ബൈ എൻഡോസ്പേം. എൻഡോസ്പേമിന് ആ എംബ്രിയോയ്ക്കും ഫുഡ് ആയിട്ട് അത് കൺസ്യൂം ആവും. ബട്ട് ഇൻ സം സീഡ് റിമെയിൻ ഓഫ് ന്യൂക്ലിയസ് ആർ പെർസിസ്റ്റന്റ് നാച്ചർ. ദാറ്റ് ഈസ് റെസിഡുവൽ ഓർ പെർസിസ്റ്റന്റ് ന്യൂക്ലിയസ് ഈസ് കോൾഡ് പെരിസ്പേം. പെരിസ്പേം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് സെല്ലാണ്. അത് മോസ്റ്റ്ലി എൻഡോസ്പേം ഡെവലപ്മെന്റിനും എംബ്രിയോ ഡെവലപ്മെന്റിനും ഉപയോഗിക്കും. ചിലതില് അത് ഇത് കഴിഞ്ഞതിന് ശേഷം കാണും. അതിനെ നമ്മൾ പെരിസ്പേം എന്ന് പറയും. സച്ച് സീഡ്, അതായത് ദ സീഡ് വിത്ത് പെരിസ്പേം ആർ നോൺ ആസ് പെരിസ്പേമിക് സീഡ്. എക്സാമ്പിൾ ബ്ലാക്ക് പെപ്പർ, പെപ്പർ നൈഗ്രം, ബീറ്റ് കുരുമുളക്, beetroot. The cells of the endosperm are filled with reserve food materials and are used for nutrition of developing embryo. Is generally dash in endosperm. This is a triploid tissue. The portion of the embryonal axis above the level of cotyledons. കോട്ടിലൻസിന് മുകളിലുള്ള നമുക്കറിയാം എപ്പികോട്ടിൽ. PN എന്താണ്? പോളിസ്പെർമിക് എൻഡോസ്പെർമിക് ന്യൂക്ലിയസ് ഡെവലപ്ഡ് ഇൻടു എൻഡോസ്പേം. പെരിസ്പേം ഈസ് ഫൗണ്ട് ഇൻ ദ സീഡ് ഓഫ് വിച്ച് നമുക്ക് അറിയാം? പൈപ്പർ കുരുമുളക്. ഇനി gram, pea and groundnut plant. The endosperm is not formed in the life cycle. Embryo developed precede endosperm development. Mature seed lack endosperm. മെച്ചർ ആവുന്നതിന് മുമ്പേ ഇത് ഉണ്ടാവും, എൻഡോസ്പേം ഉണ്ടാവും. gram, pea and groundnut. മെച്ചർ ആയതിനു ശേഷമാണ് കാണാത്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കും എംബ്രിയോ ഡെവലപ്മെന്റ്. Remains of nucleus seen in the seed is called perisperm. Next we goes to seed. It is often described as fertilized ovule. Fertilized ovule നമ്മൾ എന്ത് പറയുന്നത്? സീഡ് എന്ന് പറയുന്നത്. Fertilized ovule is called as a seed. A seed typically consists of, ഒരു സീഡിൽ എന്തൊക്കെ ഉണ്ടാവും? Seed coat, cotyledons and embryonal axis. So ഒരു എംബ്രിയോ, സീഡ് കോട്ട്, സീഡിനെ കവർ ചെയ്ത് കോട്ട് ഉണ്ട്, കോട്ടിലൻസ് ഉണ്ട് അല്ലെ. ഡൈകോട്ടിലൻസിൽ രണ്ട് കോട്ട് കാണും, കോട്ടിലൻസ് കാണും. മോണോകോട്ടിൽ ഒന്ന് കാണും. സ്ട്രക്ചർ ഓഫ് എ ഡൈകോട്ടിലൻ സീഡ്. The outermost covering of seed is known as seed coat. സീഡിനെ കവർ ചെയ്ത് ഒരു കവറിംഗ് ഉണ്ടായിരുന്നു നമ്മൾ സീഡ് കോട്ട് എന്ന് പറയും. സീഡ് കോട്ടിന് രണ്ട് ലെയർ ഉണ്ട്. Outer is known as testa and inner is known as tegumen. So the seed coat has a outer testa and inner tegumen. It is a double layered covering. The hilum is a scar on the seed coat through which the developing seed were attached to the fruit. അപ്പോൾ സീഡ് ഫ്രൂട്ടോട്ട് അറ്റാച്ച് ചെയ്യുന്ന
ആ ഭാഗത്ത് ഒരു സ്കാർ, ഒരു തഴമ്പ് കാണും അല്ലെ. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു തഴമ്പുണ്ട് അല്ലെ. അതാണ് അത് ഫ്രൂട്ടുമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്ന. നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആ സ്കാർ കാണാൻ പറ്റും നമുക്ക്. ഇതാണ് സ്കാർ. ഇത് എംബ്രിയോ, ഇത് കോട്ടിലിഡൻ, ഇത് സീഡ് കോട്ട് കവർ. Above the hilum is a small portion called micropyle. ഹൈലത്തിന്റെ മുകളിലിരിക്കുന്ന ഒരു ചെറിയ പാർട്ടിനാണ് നമ്മൾ മൈക്രോപൈൽ എന്ന് പറയുന്നത്. Within the seed coat is the embryo consists of an embryo axis of 2 cotyledons. The cotyledons are often fleshy and full reserved food materials. ഈ cotyledons fleshy ആയിരിക്കും, അതിൽ ഫുൾ ആ ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. ആ എംബ്രിയോക്ക് ഡെവലപ്പ് ആവണം, ബേബി പ്ലാന്റ് ഡെവലപ്പ് ആവാൻ ആവശ്യമുള്ള ഫുഡ് മെറ്റീരിയൽസ് അതിൽ സ്റ്റോർ ആയിരിക്കും. ഈ മൈക്രോപൈൽ എന്ന് പറയുന്നത് അത് ഒരു ചെറിയ ദോരം എന്ന് പറയാം. ആ ദോരം വഴിയാണ് കാറ്റും വെള്ളവും അകത്ത് പോകുന്നത്. അങ്ങനെ അകത്ത് പോകുമ്പോഴാണ് സീഡിന് ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. അറ്റ് ദ 2 ends of the embryo axis are present the radicle and plumule. ഒരു എൻഡില് റാഡിക്കൽ ഉണ്ട്, ഒരു എൻഡില് ആരുണ്ട്, പ്ലൂമ്യൂൾ ഉണ്ട് അല്ലെ. പ്ലൂമ്യൂൾ ഒരു എൻഡിലുണ്ട്, ഇനി അതിന് ഓപ്പോസിറ്റ് എൻഡില് ആരുണ്ട്, റാഡിക്കൽ. അതായത് റൂട്ട് ഫോം ആവുന്ന റാഡിക്കല്, സ്റ്റെം ഫോം ആവുന്നതാണ് ഷൂട്ട് ഫോം ആയിരിക്കും അല്ലെ പ്ലൂമ്യൂള്, റൂട്ട് ഫോം ആവുന്ന റാഡിക്കൽ. ഇത് 2 കോട്ടിലെഡൻസ്. അതിൽ ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഉണ്ട്. In some seeds such as castor, the endosperm formed as a result of double fertilization is a food storing tissues. കാസ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. അവിടെ എൻഡോസ്പേം ഉണ്ട്. ഈ എൻഡോസ്പേം ആണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. In plants such as beans, gram and pea, the endosperm is not present in mature seed. Such a seed are called non-endospermic seed. അപ്പം നമുക്ക് ഏതെല്ലാം ഗ്രാം, പീ, ബീൻസിലെല്ലാം എൻഡോസ്പേമും മെച്ചൂർ സീഡിൽ ഇല്ല. അങ്ങനെയുള്ള സീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ എൻഡോസ്പെർമസ് സീഡ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് എ മോണോകോട്ടിലൻ സീഡ്. മോണോകോട്ടിൽ സീഡ്സ് ആർ എൻഡോസ്പെർമിക് ബട്ട് സം ഇൻ ഓർച്ചിഡ് ആൻഡ് നോൺ എൻഡോസ്പെർമിക്. മോസ്റ്റ്ലി മോണോകോട്ടിലൻ സീഡ്സ് എൻഡോസ്പെർമിക് ആണ്, എൻഡോസ്പെർം ഉണ്ട്. ആണെങ്കിലും ചിലതിലില്ല. ഏതിന് എക്സാമ്പിൾ ഓർച്ചിഡ് ഇല്ല. In seeds of cereals such as maize, the seed coat is membranous and generally fused with the fruit wall. നമ്മളെ മൈസിന്റെ സീഡ് കോട്ട് നോക്കിക്കഴിഞ്ഞാൽ മെംബ്രൈനസ് അല്ലെ, ഭയങ്കര കട്ടിയുള്ളതല്ല. അത് ആരോട് ഫ്യൂസ് ആയിരിക്കും, ഫ്രൂട്ട് വാളായിട്ട് ഫ്യൂസ് ആയിരിക്കും. നമുക്ക് സീഡും ഫ്രൂട്ടും നമുക്ക് ഡിഫറൻഷിയേറ്റ് എടുക്കാൻ പറ്റില്ല പെട്ടെന്ന്. മൈസിൽ നമുക്ക് ഇത് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, എൻഡോസ്പേം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് കോട്ടിലിൻ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെ സെപ്പറേറ്റ് ചെയ്ത ഒരു ലെയർ ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആരിയോൺ ലെയർ. ഫ്യൂഷൻ ഓഫ് പെരികാർപ്പ് ആൻഡ് ടെസ്റ്റ. റാഡിക്കൽ ഉണ്ട്, റാഡിക്കലിനെ കവർ ചെയ്ത് കിലോറൈസി ഉണ്ട്, പ്രീമിയം റൈസ് കവർ ചെയ്ത് കിലോപ്റ്റൈൽ. The endosperm is bulky and store food. The outer covering of endosperm separate the embryo by a proteins layer called areola layer. Endosperm-നെയും കോട്ടിലിനെ സെപ്പറേറ്റ് ചെയ്ത ഒരു ലെയർ ഉണ്ട്, that is called as areola layer. The embryo is small and situated in a groove at the one end of the endosperm. It consists of one large and shield-shaped cotyledon called scutellum. കോട്ടിലിൻ എന്താണ്, സ്കൂട്ടിലം சொல்லலாம். അതിലൊരു ഷോർട്ട് ആക്സിസ് പ്ലൂമ്യൂൾ ഉണ്ട്, റാഡിക്കൽ ഉണ്ട്. The plumule and radicle are enclosed in a sheath which is called kiloptile and kilorhizia. ഈ പ്ലൂമ്യൂളും റാഡിക്കലിനെ കവർ ചെയ്ത ഒരു ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റിനെ നമ്മൾ മോൾ ഭാഗത്തിന്റെ ഷീറ്റ് നമ്മൾ കിലോപ്റ്റൈൽ എന്നും താഴേക്കുന്ന ഷീറ്റ് നമ്മൾ കിലോറൈസിയ എന്നും പറയും. Significance of fruits and seed. Integument of ovule harden as tough protective seed coat. ഓവ്യൂളിന്റെ ഇൻഡ്യൂഗ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, സീഡ് കോട്ട് ആയിട്ട് മാറുന്നത്. The outer seed coat is called testa from the outer integument, and inner seed coat is called tegument, is derived from inner integument. Integument എന്ന് പറയുന്നത് ലെയർ ആണ്. അത് നമുക്ക് 2 ലെയർ അവിടെ കാണാൻ പറ്റും അല്ലെ. അതിൽ നിന്ന് ഒന്നിൽ നിന്ന് ടെസ്റ്റയും ഒന്നും ടെജുമെന്റും ഫോം ആവുന്നത്. The micropyle remain is a small pore. Micropyle ഞാൻ പറഞ്ഞു ഒരു ചെറിയ ശുശ്രമാണ് in the seed coat. Seed pore facilitate oxygen and water into the seed. ആ സീഡ് പോർ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്, ഓക്സിജനും വാട്ടറും സീഡിന്റെ അകത്ത് വിത്തിന്റെ അകത്ത് പോകാൻ വേണ്ടി അത് സഹായിക്കും. അങ്ങനെ ഓക്സിജനും വെള്ളവും വിത്തിന്റെ അകത്ത് പോയാൽ മാത്രമേ ആ വിത്ത് മുളയ്ക്കുള്ളൂ. As the seed mature, its water content is reduced and seed become relatively dry. 10 to 15% moisture by mass. സീഡ് മാക്സിമം വാട്ടറെല്ലാം ഡ്രൈ ആയതിനു ശേഷമാണ് സീഡായിട്ട് ഇരിക്കുന്നത്. കുതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, വാട്ടർ ഓക്സിജൻ അകത്ത് പോയി സീഡിന്റെ കോട്ട് പൊട്ടി ആ സീഡ് മുളയ്ക്കാൻ തുടങ്ങും. The embryo may enter a state of inactive called dormancy. ചില എംബ്രിയോ വന്നിട്ട് ഉടൻ മുളയ്ക്കൂല, that condition is known as dormancy. Or if favorable conditions are available, adequate moisture and oxygen is suitable temperature, they germinate. ചിലത് അതിന് ആവശ്യമുള്ള ഈർപ്പവും ഓക്സിജനും ടെമ്പറേച്ചറും കിട്ടിക്കഴിഞ്ഞാൽ ജെർമിനേറ്റ് ആവും. ചിലത് ചില സീസണിൽ മാത്രമേ ജെർമിനേറ്റ് ആവുള്ളൂ. സീഡ് ഡിഫറെന്റ് ടൈപ്പ്. സീഡ് ഡിസ്പേഴ്സൽ. ഫ്രൂട്ട് ഈസ് ആൻ അഡാപ്ഷൻ ഫോർ ഡിസ്പേഴ്സ് ഓഫ് സീഡ്. സീഡ് ഡിസ്പേഴ്സിംഗില് മെയിൻ ആയിട്ട് സഹായിക്കുന്ന ആര്, കോക്കനട്ട് ഫ്ലോട്ട് ഇൻ വാട്ടർ.
ടൈഗർ കോൾ പ്ലാൻ ഇല്ല, ഇതിന്റെ സീഡെല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് അത് ഒരു വെള്ളത്തിന്റെ ഒഴുക്കിനൊപ്പത്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോയി അവിടെ അത് എന്ത് ചെയ്യുന്നുണ്ട്, വളരുന്നുണ്ട് അല്ലെങ്കിൽ മുളയ്ക്കുന്നുണ്ട്. സീഡ് ട്രാവൽ ബൈ വിൻഡ് ഇല്ല, ഇതിനെല്ലാം വിങ്സ് ഉണ്ട്. മിൽക്കി വീഡ്, ഡാൻഡിലോണ്, മാപ്പിൾ ഇതിനെല്ലാം എന്തുണ്ട്, വിങ്സ് അല്ലെങ്കിൽ ഫെതേഴ്സ് ഉണ്ട്. അപ്പൊ കാറ്റിൽ പറന്ന് അത് ഡിസ്പേഴ്സ് ആവും. അനിമൽസ്, ഇത് അനിമലിന്റെ ബോഡിയിൽ അറ്റാച്ച് ആവും. ഇതിന് ചെറിയ സ്പൈൻസ് പോലെ ഉണ്ട്. ബഗർടിക്സ്, സാൻഡ്ബർഗ്, ബ്ലാക്ക്ബെറി ഇതെല്ലാം ചെറിയ മുള്ളു പോലത്തതുണ്ട്. അത് അനിമലിന്റെ സ്കിന്നിൽ അറ്റാച്ച് ആയി അതുവഴി ട്രാൻസ്ഫർ ആവും. ലോട്ടസ് ബൈ വാട്ടർ വഴി ഡിസ്പേഴ്സ് ആവുന്നത് ലോട്ടസ്, കാറ്റൈൽ, കോക്കനട്ട് എക്സെട്ര. ബൈ ബേസ്റ്റിംഗ്, അതായത് ഭയങ്കര ആയിട്ട് അത് പൊട്ടുമ്പോൾ ആ പൊട്ടലിന്റെ ഇതുകൊണ്ട് ഡിസ്പേഴ്സ് ആവും. വയലറ്റ്, ജുവൽ വീഡ്, വിച്ച് ഇതെല്ലാം ചിലത് ഭയങ്കര സൗണ്ടോടെ പൊട്ടും അല്ലേ, ആ പൊട്ടിന്റെ ഫോഴ്സിൽ അതിരിക്കുന്ന വിത്തെല്ലാം വാരി വിതർന്ന പോലെ തെറിച്ചു പോകും. അതാണ് ബൈ ബേസ്റ്റിംഗ്. ബൈ ഹ്യൂമൻ, ബീൻസ്, വീറ്റ്, ചെറിയ നമ്മൾ എടുത്തിട്ട് പോലെ ചെറിയ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കും. ഇത് വേറെ ഇടത്തെല്ലാം വാങ്ങിയിട്ട് പോകും. അപ്പോൾ അത് ഒരിടത്ത് ഡിസ്പേഴ്സ് ആവും. വീറ്റ് നമ്മൾ വാങ്ങിയിട്ട് പോകും, ബീൻസ് വാങ്ങിയിട്ട് പോകും. അപ്പോൾ ഹ്യൂമൻ ബീൻസ് വഴി അത് ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തേക്ക് അത് ട്രാൻസ്പോർട്ടേഷൻ നടക്കും. സൈസ് ഓഫ് ദ സീഡ്, എല്ലാ സീഡും ഒരേ സൈസ് അല്ല. ദർ ഈസ് എ വൈഡ് വേരിയേഷൻ ഇൻ സൈസ് ഓഫ് ദ മെച്ചർ സീഡ്. എക്സാമ്പിൾ ഓർച്ചിഡ് ദ സീഡ് ഈസ് മൈക്രോസ്കോപ്പിക്. ഓർച്ചിഡിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സീഡ് മൈക്രോസ്കോപ്പിക് ആണ്, മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ പറ്റും. And seeds are produced in more number. Each seed measure 85 micrometers and weight 0.81 microgram. സീഡ് വളരെ ചെറുതാണ്, മൈക്രോസ്കോപ്പ് വെച്ച് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. സോ ഇറ്റ് ഈസ് നോൺ ആസ് മൈക്രോസ്കോപ്പിക്. The large seeds can be Leucodeca maldivica, the double coconut, which measure about 30 cm long, nearly 90 cm circumference and weight 18 kg. ഇതാണ് largest seed. Ludacia maldivica is the largest seed. Largest seed ഏതാണെന്ന് നമുക്കറിയാമല്ല. Ludacia maldivica is the largest seed. അതിന് എത്ര വെയിറ്റ് ഉണ്ട്? 18 കിലോ വെയിറ്റ് ഉണ്ട്, 30 സെന്റിമീറ്റർ നീളമുണ്ട്, 90 സെന്റിമീറ്റർ സർക്കംഫറൻസ് ഉണ്ട്. ഇതാണ് സീഡ്. Advantages of seeds to angiosperm. Seed has a better adaptive strategy for dispersed to new habitat and helping species of colonize to other area. സീഡിന് എന്താണ് പ്രത്യേകത പറഞ്ഞാൽ അത് ഡിസ്പേഴ്സ് ചെയ്യാൻ നമുക്ക് പറ്റും. സീഡ് ആകുമ്പം പുതിയ ഹാബിറ്റേറ്റ് അതിന് ഫേവർ ആവുന്നവരേക്കും വെയിറ്റ് ചെയ്ത് അത് ഗ്രോ ചെയ്യാൻ പറ്റും. ഒരേ ഇടത്തിൽ കൂട്ടം കൂടാതെ മറ്റു ഏരിയയിലേക്ക് അത് സ്പ്രെഡ് ആവാനും സീഡ് സഹായിക്കുന്നു. അതായത് ബേർഡ്സ് വഴി, വാട്ടർ വഴി, വിൻഡ് വഴി ഈ ഡിസ്പേഴ്സ് ടേക്ക് പ്ലേസ്. As they have sufficient food reserved, young seedlings are nourished until they are capable of photosynthesis thereof. അപ്പം ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞാൽ അതിന് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റുന്നവരേക്കും അതിന് ആവശ്യമായിട്ടുള്ള ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കും സീഡിൻ്റെ. The hard seed coat provide protection to the young embryo. Being protective of sexual reproduction, they generate new genetic combination leading to variation. Sexual reproduction നമുക്ക് വേരിയേഷൻ നടക്കുമെന്ന് അറിയാം. അതായത് ജനറ്റിക് റീകോമ്പിനേഷൻ ടേക്ക് പ്ലേസ്. അതുകൊണ്ട് തന്നെ അതിൽ വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. സീഡ് ഡീഹൈഡ്രേഷൻ ആൻഡ് ഡോർമൻസി ഓഫ് മെച്ചർ സീഡ് ആർ ക്രൂഷ്യൽ ഫോർ സ്റ്റോറേജ്. നമുക്ക് സീഡ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഡീഹൈഡ്രേറ്റ് ചെയ്യണം, വാട്ടർ ഇരിക്കാൻ പാടില്ല. which can be used to food throughout the year and also for rice crop in next season. ചിലതൊക്കെ നമുക്ക് സീസണിൽ വിളയിച്ചെടുക്കുന്നതാണ്. അപ്പൊ സീസണിൽ വിളയിച്ചെടുക്കുമ്പോൾ അതായത് അരി, ഗോതമ്പ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നല്ല ഉണക്കി അതിനെ സ്റ്റോർ ചെയ്ത് വെക്കണം. അടുത്ത സീസണിൽ അത് കിട്ടുള്ളൂ. അപ്പൊ അതുവരേക്കും നമുക്ക് ആവശ്യമുള്ള ഫുഡ് വിത്ത് ഇതിന് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ നല്ല ഉണക്കി നമ്മൾ സ്റ്റോർ ചെയ്യണം, എങ്കിലേ അതിന് ഡോർമൻസി സ്റ്റേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. There are several records of very old age viable seeds. അല്ലെ, ഓൾഡ് ആയിരുന്ന അതിന് വയബിൾ ആയിരിക്കുന്ന സീഡ്സ് നമുക്ക് ഉണ്ട്. എക്സാമ്പിൾ ഓൾഡസ്റ്റ് ഈസ് ദാറ്റ് ഓഫ് ലൂപ്പിനസ് അറക്ടിഡസ് ഇവാക്കേറ്റ ഫ്രം ആർട്ടിക് തുന്ദ്ര. The seed germinated flower after estimate record of 10,000 years of dormancy. ഇല്ലയാ, 10,000 വർഷം ഡോമിനൻസിക്ക് ശേഷം ജെർമിനേറ്റ് ചെയ്ത സീഡ്സും ഉണ്ട്. A recent record of 2,000 years old viable seed of dead palm, Phenolix dactylifera, discovered during the archaeological evacuation at King Harold Palace near Dead Sea. Dead Sea അടുത്ത് കിങ് ഹറോൾഡ് പാലസിൽ നമുക്ക് കിട്ടിയ സീഡ് 2000 വർഷം ശേഷം അത് വയബിൾ ആയിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എടുത്ത് മുളപ്പിക്കാൻ പറ്റുന്നുണ്ട്. The ability of seed to retain the power of germination is called viability. അപ്പം ഒരു വിത്തിന് എത്ര കാലത്തിന് ശേഷവും മുളയ്ക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് വയബിലിറ്റി. വയബിലിറ്റി മീൻസ് ആ വിത്തിന് മുളയ്ക്കാൻ പറ്റുന്ന കാലാവധിയെ നമ്മൾ വയബിലിറ്റി ഓഫ് ദി സീഡ് എന്ന് പറയും. It can be tested by using 0.1% of solution of triphenyl tetraselenium chloride
The worker fruits containing thousands of tiny seeds. Similar in the case of fruits of ficus and parasitic species such as Orobrangia and Stygia. Seed is described as fertilization. Fertilization of endana ovule. Outer layer of seed coat. Seed coat outer layer namakariam. Testa. Seed of which plant were discovered during the archaeology evacuation of King Harold Palace near Dead Sea? We know that is we call as phenolix, dead palm. The viability of seed can be tested. നമുക്ക് seed viability എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം 0.1% of TTC. The portion of embryonical axis above the level of cotyledons is called epicotyledon. And apomixis, parthenocarpy and polyembryo. So next we goes to apomixis. Although seed in general are the product of fertilization, a few flower plants such as some species of Astraceae and grasses have evolved a special mechanism to produce seed without fertilization is called apomixis. Fertilization നടക്കാതെ സീഡ് ഫോം ആവുന്ന മെത്തേഡാണ് apomixis അല്ലേ? ചില ചെടികളിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ എന്ത് കിട്ടുന്നുണ്ട്? സീഡ് ഉണ്ടാവുന്നുണ്ട്. That is we call as agamospermy or apomixis. Apomixis is form of sexual reproduction that mimics sexual reproduction. Sexual reproduction പോലെ മിമിക്രി കാണിക്കുന്നത് പോലെ sexual reproduction പോലെ കാണിക്കും, പക്ഷെ നടക്കില്ല. There are several ways of development of apomixis seed. In some species, the diploid egg cell formed without radiation division develop into embryo without fertilization. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്ലോയിഡ് എഗ് സെൽ, ആ എഗ് സെല്ല് മിയോസിസ് നടക്കാതിരുന്നു കഴിഞ്ഞാൽ ഡിപ്ലോയിഡ് സ്റ്റേജിൽ തന്നെ ഇരിക്കും അല്ലേ? അതായത് പറയുന്നുണ്ട് വിത്തൗട്ട് റിഡക്ഷൻ, അതായത് മ്യൂസിസ് നടക്കുന്നില്ല, റിഡക്ഷൻ ഡിവിഷൻ നടക്കാതെ മൈറ്റോസിസ് നടന്നിട്ട് അത് എന്താണ്? സീഡായിട്ട് ആക്ട് ചെയ്യും വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇറ്റ് ഈസ് എൻ അഷ്യൂർ റീപ്രൊഡക്ഷൻ ഇൻ ആബ്സെൻസ് ഓഫ് പോളിനേഷൻ സച്ച് ആസ് എക്സ്ട്രീം കണ്ടീഷൻ. എക്സ്ട്രീം കണ്ടീഷനിൽ പോളിനേഷൻസ് നടക്കൂല. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സീഡ് ഫോം ആവുന്നത്. Hybrid varieties, several of our food vegetable crops are being extensively cultivated. Cultivation of hybrid has tremendously increased productivity. One of the problem of hybrid is that hybrid seed has to be produced every year. If the seed collected from the hybrid are sold, the plant in the progeny will segregate and do not maintain hybrid characters. ഹൈബ്രിഡ് പ്ലാന്റിൽ നിന്ന് സീഡ് ഉണ്ടാവുകയും ആ സീഡ് വെച്ച് നമ്മൾ അടുത്ത ജനറേഷൻ ഫോം ആയാൽ ആ ഹൈബ്രിഡ് ക്യാരക്ടർ അതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെയും പോകും. പ്രൊഡക്ഷൻ ഓഫ് ഹൈബ്രിഡ് സീഡ് ഈസ് കോസ്റ്റ്ലി and hence the cost of the hybrid seed become too expensive for the farmers. നമ്മൾ ഹൈബ്രിഡ് സീഡ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വളരെ കോസ്റ്റ് ആണ് അല്ലെ? കോസ്റ്റ്ലി ആണ്. നമുക്ക് അത് ആകുമ്പോൾ ഫാമേഴ്സിന് അത് പെട്ടെന്ന് വാങ്ങാനും പറ്റുന്നില്ല. If the hybrid seeds are made into apomix, there is no segregation of character in the hybrid progeny. Then farmers can keep on using the hybrid seed to raise new crop years after years. He does not have to buy hybrid seed every year. ഇപ്പം നമ്മൾ അപ്പോമിക്സിസ് എന്ന മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസ് ഉരുവാക്കിയാൽ അല്ലെങ്കിൽ ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ വിത്തിൽ ആ ക്യാരക്ടേഴ്സ് എല്ലാം കാണും. അപ്പൊ അത് വെച്ച് നമുക്ക് അടുത്ത ജനറേഷൻ നമുക്ക് ഫാമേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഓരോ വർഷവും പോയി വാങ്ങേണ്ട കാര്യം വരില്ല. Because of the importance of apomixis in hybrid seed industry, active research is going on many laboratories around the world to understand the genetic apomixis, to transfer apomixis genes into hybrid variety. അതിനുവേണ്ടി റിസർച്ച് എല്ലാം പോയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. സെക്ഷൽ പാത്വേയിൽ നമുക്ക് എന്ത് ഫ്യൂഷൻ നടക്കുന്നുണ്ട്, ഫ്യൂഷന് വഴി നമുക്ക് സീഡ് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോമിക്സിസ് പാത്വേയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്യൂഡോഗാമി. ഇവിടെ നോക്കിയാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ എൻ കണ്ടീഷൻ ആണ് അല്ലേ? ഇവിടെ രണ്ട് എൻ കണ്ടീഷൻ, ഇവിടെ എൻ കണ്ടീഷൻ, എഗ് എൻ കണ്ടീഷൻ. സോ ഇതിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നാണ് നമുക്ക് എൻഡോസ്പോം ഇവിടെ 3N 3N ജോയിന്റ് ആവും. ഇത് നമുക്ക് എംബ്രിയോ 2N കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ എൻ ആണ്, അതേപോലെ എൻ ആണ്, പക്ഷെ ഇവിടെ 2N ആണ്. ഇവിടെ 2N, ഇവിടെയും 2N ആണ്. അപ്പോൾ ഈ 2N ഇത് വെളിയിൽ നിന്ന് പറഞ്ഞ എന്നും കൂടി ചേർത്ത് നമുക്ക് 5N വരുന്നുണ്ട്. ഇവിടെ ആ ഫ്യൂഷൻ നടക്കുന്നില്ല അല്ലേ? ഇതിൽ ഫ്യൂഷൻ നടക്കുന്നില്ല. അപ്പം എന്ത് ചെയ്യുന്നു? അതേ 2N അങ്ങനെ മെയിൻറ്റെയിൻ ആവും. പാർത്രോകാർപ്പി, ദ ഫ്രൂട്ട് പ്രൊഡക്ഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് പ്രൊഡ്യൂസ് ആവുന്നതാണ് അല്ലേ? വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ദ ഫ്രൂട്ട് പ്രൊഡ്യൂസ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഓഫ് ദ ഓവറി ഈസ് കോൾഡ് പാർത്രോകാർപ്പി. ദീസ് ഫ്രൂട്ട്സ് ഡു നോട്ട് പൊസസ് സീഡ്. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? സീഡ് കിട്ടില്ല. അങ്ങനെ നമുക്ക് സീഡ്ലെസ് ഗ്രാപ്സ്, ബനാന എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പാർത്രോകാർപ്പി മേ ബി നാച്ചുറൽ ഓർ ഇൻഡ്യൂസ്. പാർത്രോകാർപ്പി നാച്ചുറൽ ഉണ്ട്, ഇൻഡ്യൂസ് ഉണ്ട്. ബനാനയിൽ നമുക്ക് നാച്ചുറൽ പാർത്രോകാർപ്പി കാണാൻ പറ്റും. ഗ്രാപ്സിൽ നമുക്ക് ഇൻഡ്യൂസ്, ആർട്ടിഫിഷ്യൽ നമ്മൾ ഉണ്ടാക്കുന്ന ആണ് അല്ലേ? സീഡ്ലെസ് ഗ്രാപ്സ്. ദിസ് ഫിനോമിന ഈസ് അപ്ലൈഡ് ഫോർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് സീഡ്ലെസ് ഫ്രൂട്ട്സ്. പോളിഎംബ്രിയോ മോർ ഓഫൺ ഇൻ മെനി സിട്രസ്. സിട്രസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നാരങ്ങ, ഇത് ഓറഞ്ച്, mango variety. Some of the nuclear cells surrounded the embryo sac start dividing,
protrude into the embryo sac and develop into embryos. In such a species, each ovule containing many embryos. ചില ഓവികളിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് ഇരിക്കും. Occurrence of more than one embryo in a seed is referred as a polyembryo. Polyembryo എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് ഒരു സീഡിനകത്ത് ഉണ്ടെങ്കിൽ that is called as a polyembryo. Take out some seeds, orange, and squeeze them. Observe the many embryos of different size and shape from each seed. അല്ലേ? അപ്പൊ നമുക്ക് ഓറഞ്ചിലെ ചില സീഡ്സ് എടുത്തിട്ട് സ്ക്യൂസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡിഫറെന്റ് സൈസ് എംബ്രിയോ ഡിഫറെന്റ് സൈസ് ആൻഡ് ഷേപ്പ് എംബ്രിയോ നമുക്ക് വെളിയിൽ വരുന്നത് കാണാം. പോളിയോ എംബ്രിയോ ഇൻ സിട്രസ്, ഇൻഡ്യൂഗ്മെന്റ്, ന്യൂസ്ലെസ് സെല്ല്, ഒരു നോർമൽ എംബ്രിയോ ഉണ്ട്, ഇതില്ലാതെ ന്യൂസ്ലർ എംബ്രിയോ, എൻഡോസ്പോം അല്ലെ, അഡീഷണൽ എംബ്രിയോ നമുക്ക് ഇരിക്കുന്നത് കാണാൻ പറ്റുന്നു. പോളിയോ എംബ്രിയോ ഇൻ മാംഗോ അല്ലെ, അതിൽ രണ്ട് എംബ്രിയോ ഉണ്ട്, അപ്പൊ രണ്ട് ചെടിയായിട്ട് അത് ഗ്രോ ആവും. പ്രൊഡക്ഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് അപ്പോമിക്സിസ്. പാർത്തനോകോപ്പി എന്താണ്? വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, വിത്തൗട്ട് സീഡ്. ദ ഫ്രൂട്ട് പ്രൊഡക്ഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഓഫ് ദ ഓവറി, ഓവറിയിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, ഈസ് നോൺ ആസ് പാർത്തനോകാർപ്പി. പാർത്തനോകോപ്പിയും അപ്പോമിക്സിസും പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കണം. Occurrence of more than one embryo is called, polymesis.